2 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടാ. സ്റ്റാർട്ട് ചെയ്യാം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടാ. സൗണ്ട് ചെക്ക് ചെയ്യൂ. സൗണ്ട് ചെക്ക് ചെയ്യൂ കേട്ടാ. സൗണ്ട് ചെക്ക് ചെയ്യാം. സൗണ്ട് ഓക്കെ ആണോ? ഒന്ന് കൺഫേം ചെയ്യൂ. ഓക്കെ. ബാക്കിയുള്ളവർ വന്നോളട്ടോ. വെയിറ്റ് ചെയ്യണ്ട. ടൈം ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. പറയുന്ന ഏരിയ GST ആണ്. GST പാർട്ടാണ്. ഞാൻ ബേസ് പറയാം. GST സൗണ്ട് മ്യൂട്ട് ചെയ്യാം കേട്ടാ. സൗണ്ട് മ്യൂട്ട് ചെയ്യാം. ഓപ്പറേറ്റ് ചെയ്യാം. പറയുന്ന ഏരിയ GST ആണ്. GST മീൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഗുഡ്സ് സപ്ലൈ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ
ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കാണ് നോർമലി GST അട്രാക്ട് ചെയ്യാം. GSTയുടെ ബേസ് പാർട്ട് പറയുമ്പോൾ ഗുഡ്സ് മീൻ എവരി കൈൻഡ് ഓഫ് മൂവബിൾ, ഒന്നെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണ് GST. അങ്ങനെയാണെങ്കിൽ മീനിങ് ഓഫ് ഗുഡ്സ് പറയുമ്പോൾ ഗുഡ്സ് മീൻ എവരി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണി ആൻഡ് സെക്യൂരിറ്റി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഷെയർ വിൽക്കുമ്പോൾ സെക്യൂരിറ്റി മീൻ ഷെയർ, ഡിബഞ്ചർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സെക്യൂരിറ്റി വിൽക്കുമ്പോൾ സെക്യൂരിറ്റി എന്തല്ല, ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് ഗുഡ്സ് അല്ല. ഈ സെയിം കാരണം കൊണ്ട് ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് GST. ഇനി ഈ സെയിം ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ഒന്നെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണ് GST. അതിന്റെ പുറമെ ഞാൻ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ GST ആക്ട് പ്രകാരം ഏതെല്ലാം പാർട്ടിക്കാണ് രജിസ്ട്രേഷൻ മാൻഡേറ്ററി? ഞാൻ ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടി ആയിരിക്കാം. ഏതെല്ലാം പാർട്ടിക്കാണ് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആയിട്ട് വരുന്നത്? നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ ഒരു സപ്ലയർ ആണെങ്കിൽ, നോർമൽ ട്രേഡർ ആണെങ്കിൽ, സപ്ലൈ ഓഫ് ഗുഡ്സ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ, ഈ സപ്ലയർ ആയ പാർട്ടി ഒരു വർഷം വിൽക്കുന്ന വാല്യൂ ഓഫ് ഗുഡ്സ് 40 lakhൽ കൂടുതലാണെങ്കിൽ, 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ പാർട്ടി GST രജിസ്ട്രേഷൻ എടുക്കൽ മാൻഡേറ്ററി ആണ്. സെയിം ടൈമിൽ ഞാൻ ഒരു സർവീസ് പ്രൊവൈഡറായ ഞാൻ ഒരു വർഷം പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് സർവീസിന്റെ വാല്യൂ 20 lakhൽ കൂടുതലാണെങ്കിൽ ഈ പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. രണ്ട് കൺസെപ്റ്റ് ആണ്. ഏതെല്ലാം പാർട്ടിക്കാണ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത്? ഞാൻ സപ്ലൈ ഓഫ് ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ ഈ പാർട്ടിക്ക് GST രജിസ്ട്രേഷൻ ഇഫക്റ്റ് വരുന്നത് ഈ പാർട്ടിയുടെ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് 40 ലക്ഷം വരെ ഗുഡ്സ് വിൽക്കുമ്പോൾ ഈ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ വേണ്ട. സെയിം പാർട്ടി 40 lakhsന്റെ മുകളിൽ ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ ഈ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. സെയിം ടൈമിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിയുടെ വാല്യൂ ഓഫ് സർവീസ് വാല്യൂ 20 lakhൽ കുറവാണെങ്കിൽ GST വേണ്ട. 20 lakhൽ കൂടുതലാണെങ്കിൽ ഈ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ അട്രാക്ട് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് കൺസെപ്റ്റ്. ഇനി ശ്രദ്ധിക്കട്ടോ, ഈ ചാപ്റ്ററിന്റെ രജിസ്ട്രേഷൻ ചാപ്റ്റർ പഠിക്കുമ്പോൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് രജിസ്ട്രേഷൻ. GST പ്രകാരം ഒരു പാർട്ടി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് വരുന്ന അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുന്നത് he is legally recognized supplier of goods or service. ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഈ പാർട്ടി നോർമലി എന്താണ്? ലീഗലി recognized as a supplier of goods or service ആണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് സെക്കൻഡ് കേസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയാണ്, സപ്ലയർ ആണ്, ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയാണ്. ഗുഡ്സ് വിൽക്കുമ്പോൾ GST പ്രകാരം സെല്ലറെ പേരാണ് സപ്ലയർ, വാങ്ങുന്ന പാർട്ടിയുടെ പേരാണ് റെസിപ്പിയന്റ്. ഗുഡ്സ് വാങ്ങുമ്പോൾ നോർമലി നമ്മൾ ബയർ എന്ന് പറയും. GST പ്രകാരം കൺസെപ്റ്റ് ആണ് റെസിപ്പിയന്റ് ആയ പാർട്ടി ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുമ്പോൾ, റെസിപ്പിയന്റ് ആയ പാർട്ടി ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ട്രേഡറാണ്, ഒരു ഫുട്വെയർ ഷോപ്പാണ്. ഈ ഫുട്വെയർ ഷോപ്പായിട്ടുള്ള ഞാൻ വിൽക്കാൻ വേണ്ടി ഫുട്വെയർ ഐറ്റംസ് വാങ്ങും. ഈ ഫുട്വെയർ ഐറ്റംസ് വാങ്ങുമ്പോൾ
ഞാൻ ഗുഡ്സിന്റെ വാല്യൂ 1 lakh 1 lakhന്റെ ചപ്പലാണ് വാങ്ങുന്നത്, അതിനോട് കൂടി എന്ത് കൊടുക്കും? GST കൊടുക്കും. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഒബ്റ്റെയിൻ ചെയ്യുവാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന GST എമൗണ്ടിന്റെ പേരാണ് ITC. റിവൈൻഡ് ചെയ്യാം. നോർമലി ഒരു സപ്ലയർ ആയ പാർട്ടി സെല്ലറായ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ വാങ്ങുന്ന പാർട്ടി ഒരു 1 lakhന്റെ ഗുഡ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ആ 1 lakhന്റെ ഗുഡ്സിനോട് കൂടി എന്ത് കൊടുക്കേണ്ടി വരും? GST എമൗണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ കിട്ടുവാൻ വേണ്ടി ഗുഡ്സ് ഓർ സർവീസ് കിട്ടുവാൻ വേണ്ടി ടാക്സ് എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ടാക്സ് എമൗണ്ടിന്റെ പേരാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. ഇനി ഇവിടെ പഠിക്കുന്ന ഏരിയ അഡ്വാൻറ്റേജ് ഓഫ് രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് റെസിപ്പിയന്റെ കയ്യിൽ GST എമൗണ്ട് വാങ്ങാൻ പറ്റും. സെയിം ടൈമിൽ ഗുഡ്സ് വിൽക്കുന്ന ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടി അല്ല എങ്കിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ഗുഡ്സിനോട് കൂടി ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഇല്ല. റിവൈൻഡ് ചെയ്യാം. അഡ്വാൻറ്റേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് GST ആക്ട് പ്രകാരം ഒരു പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഈ സെയിം പാർട്ടിയെ ലീഗലി റെക്കഗ്നൈസ്ഡ് ആസ് എ സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആയി കൺസിഡർ ചെയ്യും. രണ്ടാമത്തെ, ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ ഞാൻ രജിസ്റ്റേർഡ് പാർട്ടി ആണെങ്കിൽ ഞാൻ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടിയാണ്. രജിസ്റ്റേർഡ് പാർട്ടിയായി ഞാൻ വിൽക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്തായി കിട്ടും? ITC ആയി എമൗണ്ട് ആയി കിട്ടും. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഒരു സെല്ലർ രജിസ്റ്റേർഡ് പാർട്ടി ആണ് എങ്കിൽ മാത്രമാണ് സപ്ലയറെ കയ്യിൽ നിന്നും ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. നോർമലി വരുന്ന മെയിൻ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് ഏരിയ നോക്കാം, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഏരിയ എക്സംഷൻ ഓഫ് വൺ രജിസ്ട്രേഷൻ ഫോർ വൺ സ്റ്റേറ്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നോർമലി ഒരു VKC കമ്പനി കേരളത്തിലുള്ള പാർട്ടിയാണ്. അതിന്റെ ഹെഡ് ഓഫീസ് മേ ബി കാലിക്കറ്റ് ആയിരിക്കാം, ബ്രാഞ്ച് മേ ബി എറണാകുളം വരും. ഒരു സ്ഥാപനം കേരളത്തിൽ മാത്രമാണ് ഗുഡ്സ് വിൽക്കുന്നത് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിക്ക് ഒരു GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. VKC കമ്പനിയുടെ ഹെഡ് ഓഫീസ് കാലിക്കറ്റ് ആയിരിക്കാം, സെയിം കമ്പനിയുടെ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ അഗെയിൻ എറണാകുളം കേരളത്തിലാണെങ്കിൽ ബ്രാഞ്ചിനും ഹെഡ് ഓഫീസിനുമായിട്ട് സിംഗിൾ GST നമ്പർ എടുത്താൽ, സിംഗിൾ GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. കാരണം GST നമ്പർ പ്രൊവൈഡ് ചെയ്യുന്ന കേരള സ്റ്റേറ്റ് ആണ്, കേരളത്തിലാണ്, കേരള സ്റ്റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യാം. സെയിം ടൈമിൽ റിലയൻസ് കമ്പനി ഹെഡ് ഓഫീസ് ആണ് മുംബൈ, അസ്യൂം ചെയ്യാം. ആ സെയിം കമ്പനിയുടെ ബ്രാഞ്ച് ഇൻ കേസ് ഓഫ് കേരളത്തിലുണ്ടെങ്കിൽ ഹെഡ് ഓഫീസ് മുംബൈയിലും ബ്രാഞ്ച് കേരളത്തിലുമാണെങ്കിൽ ഒരു ഏരിയ മുംബൈയിലാണ്, അനദർ ഏരിയ കേരളമാണ്, രണ്ടും ഡിഫറെന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ആണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ മീൻ ഒരു ബിസിനസ് പാർട്ടി, റിലയൻസ് കമ്പനി ഒരു പാർട്ടിയാണ്. ഈ പാർട്ടി ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഓരോ സ്റ്റേറ്റിലും, ആ സെയിം പാർട്ടി ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് GST നമ്പർ എടുക്കണമെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് ആണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. ഡിസ്റ്റിങ്ക്ട് മീൻ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. അതാണ് ബേസിക് കൺസെപ്റ്റ്. ഇനി ഇതിന്റെ എക്സംഷൻ ആണ്. ഇതിന്റെ എക്സംഷൻ പറയുന്നത്, ഫോർ എക്സാമ്പിൾ VKC കമ്പനി കാലിക്കറ്റ് ചെയ്യുന്ന ബിസിനസ് ആണ് മാനുഫാക്ചറിങ് ഓഫ് ചപ്പൽ, അസ്യൂം ചെയ്യാം. ഈ സെയിം VKC കമ്പനി എറണാകുളം ചെയ്യുന്ന ബിസിനസ് ആണ് എക്സാമ്പിൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്.
ട്രിവാൻഡ്രം ആകുമ്പോൾ കറസ്പോണ്ടിങ് വേറെ ബിസിനസ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഒരു പാർട്ടി ഒന്നിൽ കൂടുതൽ നാച്ചുർ വരുന്ന ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ കൺസെപ്റ്റ് ആണ് വെർട്ടിക്കൽ ബിസിനസ്. ഒരേ സെയിം പാർട്ടി ഒന്നിൽ കൂടുതൽ ഒരു സ്റ്റേറ്റിൽ ഒന്നിൽ കൂടുതൽ നാച്ചുർ ഓഫ് ബിസിനസ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ഈ പാർട്ടി ചെയ്യുന്ന ബിസിനസിന്റെ പേരാണ് വെർട്ടിക്കൽ ബിസിനസ്. അങ്ങനെ വെർട്ടിക്കൽ ബിസിനസ് ആണെങ്കിൽ ഈ പാർട്ടി സെയിം സ്റ്റേറ്റിൽ ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. റിവൈൻഡ് ചെയ്യാം. VKC കമ്പനി കാലിക്കറ്റ് ചെയ്യുന്ന ബിസിനസ് ആണ്. എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഓഫ് ചപ്പലാണ്. ഇൻ കേസ് ഓഫ് എറണാകുളം കറസ്പോണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെങ്കിൽ രണ്ടിന്റെയും നാച്ചുർ ഓഫ് ബിസിനസ് ഡിഫറെന്റ് ആണ്. പക്ഷെ രണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ കേരളമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ സെയിം പാർട്ടിക്ക് ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് GST നമ്പർ എടുക്കും. സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. ഫസ്റ്റ് കൺസെപ്റ്റ്. രണ്ടാമത്തെ പിന്നെ പഠിക്കും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഫോർ എക്സാമ്പിൾ ഞാൻ കേരള പാർട്ടിയാണ്. ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനോട് കൂടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറായി എനിക്ക് ആ ആക്ടിവിറ്റിക്ക് വേറെ GST നമ്പറും സർവീസ് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടി വേറെ GST നമ്പറും ഒബ്റ്റെയിൻ ചെയ്യണം. ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം. ഡിസ്ട്രിബ്യൂട്ടറായി ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് GST നമ്പറും ആൻഡ് ഞാൻ സെയിം പാർട്ടി സപ്ലൈ ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് GST നമ്പർ എടുക്കുക. അതിന്റെ കൺസെപ്റ്റ് ആണ് എക്സംഷൻ ഓഫ് വൺ രജിസ്ട്രേഷൻ ഫോർ വൺ സ്റ്റേറ്റ്. മീൻ നോർമലി ഒരു സ്റ്റേറ്റിൽ ഒരു രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതിന്റെ എക്സംഷൻ ആണ് ഒരു പാർട്ടി സെയിം സ്റ്റേറ്റിൽ ഡിഫറെന്റ് നാച്ചർ ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ കൺസെപ്റ്റ് ആണ് വെർട്ടിക്കൽ ബിസിനസ് ആണ്. വെർട്ടിക്കൽ ബിസിനസ് ആണെങ്കിൽ ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, ഞാൻ ആക്ട് ചെയ്യുന്ന ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടും അതുപോലെ ഞാൻ ഔട്ട്വേർഡ് സപ്ലൈ സർവീസ് പ്രൊവൈഡർ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർക്കും അതുപോലെ സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി രണ്ട് പാർട്ടിക്കും രണ്ടും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. ഓക്കെ. ഇനി പറയുന്ന ഏരിയ ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. ഞാൻ സപ്ലൈ ഓഫ് ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി ആണെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് മീൻ നോർമൽ ട്രേഡർ ആണെങ്കിൽ ഈ ട്രേഡർ ആയ പാർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുരയാണെങ്കിൽ ഈ സ്റ്റേറ്റിൽ വരുന്ന ട്രേഡർ ആണെങ്കിൽ ആ പാർട്ടിയുടെ ടോട്ടൽ ടേൺ ഓവർ സെയിൽസ് വാല്യൂ, ഒരു വർഷത്തെ സെയിൽസ് വാല്യൂ 10 ലക്ഷം ടോട്ടൽ സെയിൽസ് വാല്യൂ 10 lakhs അമൗണ്ടിൽ കുറവാണെങ്കിൽ GST രജിസ്ട്രേഷൻ വേണ്ട. 10 lakh അമൗണ്ടിൽ കൂടുതലാണെങ്കിൽ ആ പാർട്ടിക്ക് എന്ത് അട്രാക്ട് ചെയ്യും? GST രജിസ്ട്രേഷൻ അട്രാക്ട് ചെയ്യും. സെയിം ടൈമിൽ ട്രേഡർ ആയ പാർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ ഉത്തരാഖണ്ഡ്, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ്, പോണ്ടിച്ചേരി, തെലങ്കാന ഈ ഏരിയയിലുള്ള ട്രേഡർ ആണെങ്കിൽ അവര് ബിസിനസ് ചെയ്യുമ്പോൾ ആ പാർട്ടിയുടെ സെയിൽസ് ടേൺ ഓവർ 20 lakhs എന്നാണോ ക്രോസ് ചെയ്യുന്നത് ആ ഡേറ്റോട് കൂടി ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതല്ലാത്ത മറ്റുള്ള സ്റ്റേറ്റ്, എക്സാമ്പിൾ കേരള, തമിഴ്നാടു, ഡൽഹി അല്ലെങ്കിൽ മറ്റുള്ള കർണാടക, മറ്റുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ആ സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്ന ട്രേഡിംഗ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിയുടെ ടേൺ ഓവർ 40 lakhs ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതല്ല, ഞാൻ സർവീസ് പ്രൊവൈഡർ, ഫോർ എക്സാമ്പിൾ ഹോട്ടൽ പാർട്ടി, റെസ്റ്റോറന്റ് ആണ്, അല്ലെങ്കിൽ കറസ്പോണ്ട് ഏതെങ്കിലും അക്കൗണ്ടന്റ് ആണ്, ഞാൻ സർവീസ് പ്രൊവൈഡർ ആണ്, അഡ്വക്കേറ്റ് ആണ്, ഡോക്ടർ ആണ്, സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി ആണെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയ പാർട്ടി ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുരയാണെങ്കിൽ
ടേൺ ഓവർ ആണ് അവർ ടേൺ ഓവർ, സെയിൽസ് ടേൺ ഓവർ റെസിപ്റ്റ് 10 lakh എമൗണ്ടിൽ കൂടുതലാണെങ്കിൽ GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇൻ കേസ് ഓഫ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ടേൺ ഓവർ ലിമിറ്റ് ആണ് 20 lakhs. ഇതാണ് കൺസെപ്റ്റ്. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. നിങ്ങൾ പോയിന്റ് ഡൗട്ട് ഉള്ളവർ ചോദിക്കട്ടാ. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം. സാർ ഇതിന് തൊട്ട് മുന്നേ ഈ ബോക്സിന്റെ തൊട്ട് മുന്നേ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ഒന്നും പറയാം. ഏത് പോയിന്റ് പറയും? കേട്ടില്ല. ഒന്ന് മുകളിലേക്കാക്കിട്ട്. ഇതിന് തൊട്ട് മുകളിൽ ഇതന്നെ ഈ 1 ഓഫ് എക്സെപ്ഷൻ അതിന് എക്സെപ്ഷനിൽ ഈ രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നു, ഈ ചാപ്റ്ററിൽ പഠിക്കും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. കൺസെപ്റ്റ് എന്താ പറയാം. ഞാൻ എക്സാമ്പിൾ, ഞാൻ കേരള പാർട്ടിയാണ്. ഞാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സെയിം ടൈമിൽ ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആക്ട് ചെയ്യുന്ന ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആണ് ആൻഡ് സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ രണ്ട് ആക്ടിവിറ്റിക്കും ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ആയ ആ ആക്ടിവിറ്റിക്ക് വേറെ GST നമ്പറും സർവീസ് പ്രൊവൈഡ് ചെയ്യുവാൻ വേണ്ടി വേറെ GST നമ്പറും ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് കൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഒരേ സ്റ്റേറ്റിൽ ഉള്ള പാർട്ടിയാണ്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്ന് ISD ആണ്, രണ്ടാമത് ഔട്ട്വേർഡ് സപ്ലൈ ആണെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് GST നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, വേറെന്താ പോയിന്റ് പറയും? വേറെ പോയിന്റ് ഡൗട്ടിന് പറയും. ഏതെങ്കിലും പോയിന്റ് ഡൗട്ടുള്ളവർ ചോദിക്കണ്ട, മിണ്ടാതിരിക്കേണ്ട. ഡൗട്ടിന് ചോദിക്കാം. ഓക്കെയാണോ? ഹലോ, ഒന്ന് കൺഫേം ചെയ്യട്ടാ. ഈ പറഞ്ഞ ഏരിയ ഓക്കെ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? നീ പറയണോ? കൺഫേം ചെയ്യൂ. ഓക്കെ, ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് പഠിക്കുന്ന ഏരിയ കമ്പൽസറി രജിസ്ട്രേഷൻ. കമ്പൽസറി രജിസ്ട്രേഷൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, മുകളിൽ നമ്മൾ ഓൾറെഡി ടേൺ ഓവർ പറഞ്ഞു. ഞാൻ ട്രേഡർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചപ്പൽ ഐറ്റംസ് ആയിരിക്കാം, നോർമൽ ട്രേഡർ ആയിരിക്കും. ഞാൻ ട്രേഡർ ആണെങ്കിൽ എന്റെ ടേൺ ഓവർ 40 ലക്ഷം കഴിഞ്ഞാൽ GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ വേണം എന്ന് പറഞ്ഞു. താഴെ പറയുന്ന 11 പാർട്ടി ഉണ്ട്. ഈ 11 പാർട്ടി അവരുടെ ടേൺ ഓവർ റെലവന്റ് അല്ല. ഈ പാർട്ടി ആണെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഞാൻ താഴെ പറയുന്ന 11 പാർട്ടിയിൽ പെടുന്ന ഏതെങ്കിലും പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിയുടെ ടേൺ ഓവർ റെലവന്റ് അല്ല. മേ ബി 1 lakh ആയിരിക്കും സെയിൽസ്, മേ ബി 50,000 ആയിരിക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് ദി സെയിൽ ആണ്. ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം എന്ത് വേണം? രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ആണ് കമ്പൽസറി. നോക്കണ്ട, എനി പേഴ്സൺ എൻഗേജ്ഡ് ഇൻ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ഗുഡ്സ് and whose turnover in financial year does not exceeds rupees 40 lakhs exempted from registration. Exception to this. First, person required taking compulsory registration under section 24 എന്ന് പറയും personal registration. രണ്ടാമത് കേട്ടാ, ഫസ്റ്റ് പറയുന്ന ഏരിയ കമ്പൽസറി. പേഴ്സൺ റിക്വയർഡ് ടു ടേക്ക് കമ്പൽസറി രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 24 മീൻ സെക്ഷൻ നമ്പർ 24 പ്രകാരം 11 പാർട്ടി പറയുന്നുണ്ട്. പഠിക്കും. ആ 11 പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അവരുടെ സെയിൽസ് മേ ബി 50,000 ആയിരിക്കാം. ഇറസ്പെക്റ്റീവ് ഓഫ് നാച്ചർ അവർക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി. ആ 11 പാർട്ടി പിന്നെ പഠിക്കാൻ വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ, ഞാൻ ഐസ്ക്രീം മാനുഫാക്ചർ ആണ്, ഐസ്ക്രീം സപ്ലയർ ആണ്, അല്ലെങ്കിൽ ടുബാക്കോ പ്രോഡക്റ്റ് സപ്ലയർ ആണ്, അല്ലെങ്കിൽ കറസ്പോണ്ട് അതർ എഡിബിൾ ഐസ്. അതർ എഡിബിൾ ഐസ്, ഒന്നെങ്കിൽ ഐസ്ക്രീം, അതർ എഡിബിൾ ഐസ് അല്ലെങ്കിൽ ടുബാക്കോ പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ആണെങ്കിൽ ഈ പാർട്ടിക്ക് ഇന്ത്യയിൽ ബിസിനസ് ഗുഡ്സ് വിൽക്കണമെങ്കിൽ എന്ത് വേണം? GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. റിവൈൻഡ് ചെയ്യാം.
ഒന്ന് പറയുന്നത് സെക്ഷൻ നമ്പർ 24 പ്രകാരം 11 പാർട്ടി പറയാണ്ട്. ആ 11 പാർട്ടിക്ക് GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതിന്റെ പുറമെ ഒരു പേഴ്സൺ ഐസ്ക്രീം സപ്ലൈ ആണ്, സപ്ലയർ ഓഫ് ഐസ്ക്രീം ആണ്, സെല്ലർ ഓഫ് ഐസ്ക്രീം ആണ്, സെല്ലർ ഓഫ് അതർ എഡിബിൾ ഐസ് ആണ്, അതുപോലെ ടുബാക്കോ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന പാർട്ടിക്ക് GST ആക്ട് പ്രകാരം എന്ത് വേണം? രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതാണ് പറയുന്ന ഏരിയ. ഓക്കെ, കേട്ടോ. ഇത് പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജുകൾ പറയാം. വെയിറ്റ് അപ്പൊ 11 പാർട്ടി വരെ വെയിറ്റ് ചെയ്യാം. 24 പ്രകാരം ഫസ്റ്റ് 24 പ്രകാരം വന്ന് കമ്പൽസറി രജിസ്ട്രേഷൻ സെക്ഷൻ 24. ഞാൻ പറഞ്ഞ 24 പ്രകാരം 11 പാർട്ടിയാണ്. ആ 11 പാർട്ടി ആണെങ്കിൽ GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. ഒരു ഫസ്റ്റ് പേഴ്സൺ മേക്കിംഗ് എനി ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. ശ്രദ്ധിക്കട്ടോ, GSTയിലെ സപ്ലൈ സെയിൽസ് പഠിക്കുമ്പോൾ ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇൻട്രാസ്റ്റേറ്റ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ്. ഇൻട്രാ മീൻ വിത്തിൻ ദി സ്റ്റേറ്റ്. ഇൻട്രാ മീൻ വിത്തിൻ ദി സ്റ്റേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, സപ്ലയർ ആയ പാർട്ടി കേരളത്തിലാണ്, സപ്ലൈ വിൽക്കുന്ന പാർട്ടി കേരളത്തിലാണ്, ഗുഡ്സ് വാങ്ങുന്ന പാർട്ടിയും കേരളത്തിലാണെങ്കിൽ ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയും ഗുഡ്സ് വാങ്ങുന്ന പാർട്ടിയും ഒരേ സ്റ്റേറ്റ് ആണെങ്കിൽ കൺസെപ്റ്റ് ആണ് ഇൻട്രാ സ്റ്റേറ്റ്. അങ്ങനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഫസ്റ്റ് വരും. രണ്ടാമത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ മീൻ ഗുഡ്സ് വിൽക്കുന്ന പാർട്ടി കേരള പാർട്ടി, ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി തമിഴ്നാട് പാർട്ടി ആണെങ്കിൽ സപ്ലയറും വിൽക്കുന്ന പാർട്ടിയും വാങ്ങുന്ന പാർട്ടിയും രണ്ട് സ്റ്റേറ്റ് ആണ്. ഒന്ന് കേരള പാർട്ടിയാണ്, രണ്ടാമത് തമിഴ്നാട് പാർട്ടി ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. അങ്ങനെ ഞാൻ കേരളത്തിലുള്ള ഞാൻ തമിഴ്നാട്ടിലേക്ക് ഗുഡ്സ് വിൽക്കണമെങ്കിൽ കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ്. അങ്ങനെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്ക് GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കേരള പാർട്ടി തമിഴ്നാട്ടിലേക്ക് ഗുഡ്സ് വിൽക്കണമെങ്കിൽ എന്ത് വേണം? GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഇന്റർ സ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ മീൻ ഗുഡ്സ് വിൽക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ ഗുഡ്സ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് മീൻ എക്സംപ്റ്റഡ്, ടാക്സ് വരാത്ത ഐറ്റംസ് ആണ്. ഇവിടെ പറയുന്നത് കേരളത്തിലുള്ള പാർട്ടി തമിഴ്നാട്ടിലേക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് വരുന്ന ഗുഡ്സ് ആണെങ്കിൽ അത് വിൽക്കണമെങ്കിൽ എന്ത് വേണം? വിൽക്കുന്ന പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. എന്താ പറയാം? വെയിറ്റ് ചെയ്യുക. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. മൂന്നാമത്തെ പേഴ്സൺ ഹു ആർ റിക്വയർഡ് ടു പേ അണ്ടർ റിവേഴ്സ് ചാർജ്, വെയിറ്റ് RCM. നാലാമത്തെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, ഇക്കോ എന്ന് പറയും. അഞ്ചാമത്തെ NRI. ആറാമത്തെ കറസ്പോണ്ടിങ് TCS പാർട്ടി. നെക്സ്റ്റ് വൺ കറസ്പോണ്ടിങ് ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. നെക്സ്റ്റ് വൺ ISD. നെക്സ്റ്റ് വൺ കറസ്പോണ്ടിങ് ഇൻ കേസ് ഓഫ് നെക്സ്റ്റ് വൺ പറയുന്നത് കറസ്പോണ്ടിങ് OIDR ഇൻ അതർ ക്ലാസ്. ശ്രദ്ധിക്കട്ടെ, ഓരോ പോയിന്റ് പറയാം. ശ്രദ്ധിക്കുക, ഓരോ പോയിന്റുകൾ ഓരോ ഡീറ്റെയിൽ പഠിക്കാറുണ്ട്. ഫസ്റ്റ് നോക്കുക. പേഴ്സൺ മേക്കിംഗ് എനി ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. ശ്രദ്ധിക്കട്ടെ, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യട്ടോ. ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ സെല്ലറാണ്. സെല്ലർ ഇൻ കേരള. മിസ്റ്റർ എ സെല്ലർ ഇൻ കേരള.
മിസ്റ്റർ ബി കറസ്പോണ്ടിങ് ബയർ റെസിപ്പിയന്റ് ആണ്. റെസിപ്പിയന്റ് മീൻസ് ബയർ ആണ്. കറസ്പോണ്ടിങ് തമിഴ്നാട്. അങ്ങനെ കേരളത്തിലുള്ള പാർട്ടി തമിഴ്നാട്ടിലേക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ കൺസെപ്റ്റ് ആണ് എന്താണ്? ഇന്റർ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്നും അനദർ സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് വിൽക്കുന്നത്. അത് കറസ്പോണ്ടിങ് അനദർ സ്റ്റേറ്റിലേക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ വിൽക്കുന്ന പാർട്ടിക്ക് ആ പാർട്ടിയുടെ ടേൺ ഓവർ ഇറസ്പെക്റ്റീവ് ആയിരിക്കും. മിസ്റ്റർ എ സെല്ലർ ആയിട്ടുള്ള പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കൽ നിർബന്ധമാണ്. ഫസ്റ്റ് പോയിന്റ്. ഇവിടെ ഇനി അമെന്റ്മെന്റ് പ്രകാരം വന്ന ഏരിയ മിസ്റ്റർ എ സെല്ലറായ പാർട്ടി കേരള പാർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ കേരള പാർട്ടിയാണ്. ഇവിടെ സെല്ലർ അല്ല, സർവീസ് പ്രൊവൈഡർ ആണ്. സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്തത്. സർവീസ് പ്രൊവൈഡർ ആണ്. മിസ്റ്റർ എ ഒരു സർവീസ് പ്രൊവൈഡർ ആണ്. കേരളത്തിലുള്ള ഒരു സർവീസ് പ്രൊവൈഡറായി ഞാൻ തമിഴ്നാട്ടിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ് ആണ്. പക്ഷേ ഞാൻ ലിമിറ്റ് പറഞ്ഞിരുന്നു. ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്റെ സർവീസിന്റെ വാല്യൂ 20 lakhൽ കൂടുതൽ ആണ് എങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ എടുത്താൽ മതി. ഈവൻ ദോ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിലും. റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് പറയുമ്പോൾ ഒരു ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ സപ്ലൈ ചെയ്യുമ്പോൾ ടാക്സബിൾ ഗുഡ്സ് ആണ് വിൽക്കുന്നെങ്കിൽ വിൽക്കുന്ന ആ പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഫസ്റ്റ് പോയിന്റ്. ഇനി അതിന്റെ എക്സംഷൻ പറയുമ്പോൾ ഞാൻ സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഞാൻ തമിഴ്നാട്ടിലേക്ക് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസെപ്റ്റ് ആണ് ഇന്റർ സ്റ്റേറ്റ് ആണ്. പക്ഷേ സർവീസ് പ്രൊവൈഡറായ എനിക്ക് എന്റെ ടേൺ ഓവർ 20 lakh വരെ എന്ത് വേണ്ട? GST രജിസ്ട്രേഷൻ വേണ്ട. ഷോർട്ടാക്കി പഠിക്കുമ്പോൾ ഞാൻ ഇന്റർ സ്റ്റേറ്റ് ഗുഡ്സ് ആണ് വിൽക്കുന്നതെങ്കിൽ വിൽക്കുന്ന പാർട്ടിക്ക് എന്ത് വേണം? രജിസ്ട്രേഷൻ നിർബന്ധം. അതല്ല ഞാൻ ഇന്റർ സ്റ്റേറ്റ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് 20 lakh വരെ എന്ത് വേണ്ട? രജിസ്ട്രേഷൻ വേണ്ട. ഇതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. ഇന്റർ സ്റ്റേറ്റിന്റെ ഫസ്റ്റ് കമ്പൽസറി ഫസ്റ്റ് ഏരിയ. ശ്രദ്ധിക്കണ്ട, തിയറി കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് പഠിക്കുന്ന ഒരു കമ്പൽസറി ആണ്. ഫസ്റ്റ് പോയിന്റ്, പേഴ്സൺ മേക്കിംഗ് എനി ഇന്റർസ്റ്റേറ്റ് ടാക്സബിൾ സപ്ലൈ. If person making a single interstate supply, he will be liable to obtain registration and pay GST. Interstate supply of service exempted from registration. That is, GST Council has recommended that those service provider whose annual aggregate turnover less than 20 lakhs from obtaining the 20 lakhs from obtaining registration, even though they are making interstate taxable supply of service. That's the concept. That's the first point. രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ശ്രദ്ധിക്കട്ടോ. ജമ്മു കാശ്മീരിൽ എന്തെങ്കിലും ഉണ്ടോ? അതിലെന്തോ അല്ല, ലിമിറ്റ് പറയുമ്പോ ഈ ടേൺ ഓവറിന്റെ ലിമിറ്റ് പറയുമ്പോ കറസ്പോണ്ടിങ് GST പ്രകാരം 11 സ്റ്റേറ്റ് ആണ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ വരുന്ന ഏരിയ ആണ് ജമ്മു ആൻഡ് കാശ്മീർ. പഠിക്കണ്ട. ഇത് പഠിക്കുമ്പോൾ നോർമലി ഗുഡ്സ് ആണ് വിൽക്കുന്നതിൽ 40 lakh ആണ് ലിമിറ്റ്. സർവീസ് ആണ് 20 lakh. ബ്രാക്കറ്റിൽ വരുന്ന വേർഡൊക്കെ നോക്കും. ₹10 lakhs in case of special category state, ₹20 lakhs for Jammu and Kashmir. Relevant ആണ്. വെയിറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിന്റ്, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ.
കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കട്ടെ, മലബാർ ഗോൾഡ് കേരളത്തിലെ സപ്ലയർ ആണ്, ഗുഡ്സ് ആണ്, അവർ ഗുഡ്സ് ആണ്, ഗോൾഡ് ആണ് വിൽക്കുന്നത്, ഗുഡ്സ് ആണ്. എക്സാമ്പിൾ കേരളത്തിലുള്ള പാർട്ടിയാണ്. ഈ സെയിം പാർട്ടി ഡൽഹിയിൽ പോയി കുറെ സ്റ്റാൾ അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് അറിയാം, കുറെ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്യും. മലബാർ ഗോൾഡ് കുറെ പാർട്ടികൾ എന്ത് ചെയ്യും, കുറെ സ്റ്റാളുകൾ അറേഞ്ച് ചെയ്യും. ഈ സെയിം പാർട്ടി ഫോർ എക്സാമ്പിൾ മുംബൈ പോയി, അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി, അല്ലെങ്കിൽ ബോംബെയിൽ പോയി, കറസ്പോണ്ടിങ് കർണാടകയിൽ പോയിട്ട്, ബാംഗ്ലൂരിൽ പോയിട്ട് ഒരു സ്റ്റാള് അറേഞ്ച് ചെയ്യണം. സ്റ്റാൾ അറേഞ്ച് ചെയ്യണം. സ്റ്റാളിന്റെ ടൈം മേ ബി 2 മാസമോ 1 മാസമോ ആയിരിക്കും. ഇങ്ങനെ ടെമ്പററി ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയുടെ പേരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അല്ലെങ്കിൽ അനദർ എക്സാമ്പിൾ ബോംബെ സർക്കസ്, ബോംബെയിലുള്ള പാർട്ടിയാണ്. ഈ സെയിം പാർട്ടി കേരളത്തിൽ വന്ന് 2-3 മാസം കേരളത്തിൽ സർക്കസ് ഉണ്ടാവും. അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ കേരളത്തിൽ വരുമ്പോൾ അവരുടെ ഹെഡ് ഓഫീസ് മേ ബി ബോംബെ ആയിരിക്കാം. കേരളത്തിൽ 2-3 മാസത്തിന് വരും. അങ്ങനെ വരുന്ന പാർട്ടിയാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ ടെമ്പററി പേഴ്സൺ എന്ന് പറയും. ടെമ്പററി പേഴ്സൺ. അങ്ങനെ മലബാർ ഗോൾഡ് കേരളത്തിൽ സപ്ലയർ ആണ്. ഇവിടെ GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് പാർട്ടിയാണ്. ഈ സെയിം മലബാർ ഗോൾഡ് ബാംഗ്ലൂര് പോയിട്ട് ഒരു സ്റ്റാൾ അറേഞ്ച് ചെയ്യാണ്. അതിൽ പ്രോഗ്രാം ഉണ്ടാവും, അതിൽ സ്റ്റാൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ സ്റ്റാൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആ മലബാർ ഗോൾഡിന്റെ പേരാണ് അവിടെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. അങ്ങനെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ഈ സെയിം പാർട്ടിക്ക് ബാംഗ്ലൂർ ഏരിയയിൽ സ്റ്റാള് അവരെ ഗുഡ്സ് വിൽക്കണമെങ്കിൽ അവർക്ക് GST ആക്ട് പ്രകാരം എന്ത് വേണം? രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഫസ്റ്റ് കൺസെപ്റ്റ്. ഒരു പാർട്ടി കാഷ്വൽ ടാക്സബിൾ ടെമ്പററി ബിസിനസ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ അവർ ഹെഡ് ഓഫീസ് വേറെ സ്റ്റേറ്റിലായിരിക്കാം. ആ സ്റ്റേറ്റിലല്ലാതെ വേറെ ഏതെങ്കിലും ഏരിയയിൽ ടെമ്പററി ആയിട്ട് സ്റ്റാൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആ സ്റ്റാൾ അറേഞ്ച് ചെയ്യുന്ന പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്റ്. ഫസ്റ്റ് പോയിന്റ്. ഇനി ഓരോ സ്റ്റേറ്റിലും ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെ ഒറ്റ മുംബൈയിലാണെങ്കിൽ മുംബൈയിൽ മാത്രം ചെയ്താൽ മതി അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബോംബെ സർക്കസ് അവര് ഹെഡ് ഓഫീസ് ബോംബെയിലാണ്. അവര് ബോംബെയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് പാർട്ടി ആയിരിക്കും, ഷുവർ അല്ലേ? അങ്ങനെ ഈ സെയിം പാർട്ടി കേരളത്തിൽ വന്നു. കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ മേ ബി 2 മാസം കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ കേരളത്തിൽ വരുമ്പോ ഇവിടെ അവർക്ക് എന്തില്ല, ടെമ്പററി ആയിട്ടാണ് വരുന്നത്. 2 മാസത്തിനായിരിക്കാം. ടെമ്പററി പർപ്പസിലാണ് വരുന്നത്. അവരുടെ പേരാണ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ പാർട്ടി ആണെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ടേൺ ഓവർ. ഇനി ശ്രദ്ധിക്കട്ടാ, ഇനി ഈ സെയിം പാർട്ടി ഇപ്പൊ ഞാൻ മലബാർ ഗോൾഡ് ബാംഗ്ലൂരിലാണ് സ്റ്റാൾ അറേഞ്ച് ചെയ്യുന്നത്, അസ്യൂം ചെയ്യാം. സ്റ്റാൾ അറേഞ്ച് ചെയ്യുമ്പോൾ എന്നാണോ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണോ സ്റ്റാൾ അറേഞ്ച് ചെയ്യുന്നത്, തൊട്ട് മുന്നേയുള്ള 5 days പ്രയർ ആയിട്ട്, എക്സാമ്പിൾ ഞാൻ 5-ാം തീയതിയാണ് ബിസിനസ് സ്റ്റാൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 31-ാം തീയതി 31-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഞാൻ ആ സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുന്ന കാര്യം GST ഡിപ്പാർട്ട്മെന്റ് ഓൺലൈനായിട്ട് ഇൻഫോം ചെയ്യണം. ആ ഇൻഫോം ചെയ്യുവാനുള്ള ഫോമാണ് GST REG 01. GST REG 01 മീൻ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് GST രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട ഫോം നമ്പറാണ് GST REG 1. റിവൈൻഡ് ചെയ്യാം. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്നാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൊട്ട് മുന്നേയുള്ള 5 days പ്രയർ ആയിട്ട് ഈ പാർട്ടി GST അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി GST ഡിപ്പാർട്ട്മെന്റ് അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഫോം നമ്പറാണ് GST REG 01. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. ഈ അപ്ലിക്കേഷൻ ഫോമിൽ ആ പാർട്ടി കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. നോർമലി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ BCom തേർഡ് ഇയർ അല്ലേ?
ഓൾറെഡി തേർഡ് ഇയർ ആകുമ്പോൾ മീൻസ് ലാസ്റ്റ് ഇയർ ആണ് പ്രാക്ടിക്കൽ GST വർക്ക് അറിയും. അങ്ങനെ GST ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഫോമാണ് REG1 REG01 GST REG01. അതിൽ 2 പാർട്ടാണ്, പാർട്ട് എ പാർട്ട് ബി, രണ്ട് പാർട്ടാണ്. പാർട്ട് എ പ്രകാരം അപ്ലിക്കേഷന്റെ ഫോമിൽ പാർട്ട് എ പ്രകാരം വരുന്ന ഏരിയയാണ് ആ പാർട്ടിയുടെ പാൻ നമ്പർ, പെർമനന്റ് അക്കൗണ്ട് നമ്പർ, രണ്ടാമത് മൊബൈൽ നമ്പർ, മൂന്നാമത് ഇമെയിൽ അഡ്രസ്, നാലാമത് സ്റ്റേറ്റ് എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് ആണ് ഈ അപ്ലിക്കേഷൻ ഫോമിന്റെ പാർട്ട് 1 കൊടുക്കേണ്ടത്. അങ്ങനെ പാർട്ട് 1 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ പാർട്ട് 2 ഫില്ല് ചെയ്യാം. പാർട്ട് 2 ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പാൻ കാർഡിന്റെ കോപ്പി, ഒരു ഫോട്ടോ, അതുപോലെ ബിൽഡിംഗ് ലൈസൻസ്, എന്താണ് ബിൽഡിംഗ് ലൈസൻസ്, റെന്റ് അഗ്രിമെന്റ് കോപ്പി, അങ്ങനെയുള്ള പ്രൂഫാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ. REG1 പറയുമ്പോൾ REG1-ൽ 2 പാർട്ടാണ്. പാർട്ട് 1 പ്രകാരം വരുന്നത് നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. ഏതാണോ പാർട്ടി അവരുടെ പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് ആൻഡ് സ്റ്റേറ്റ് എവിടെയാണോ ബിസിനസ് ചെയ്യുന്ന ഏരിയ. അങ്ങനെ ഓൾറെഡി പാർട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആണെങ്കിൽ പാർട്ട് 2 ഫില്ല് ചെയ്യുക. പാർട്ട് 2 ഒൺലി ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ മീൻ നിങ്ങൾ കൊടുക്കുന്ന പാൻ കാർഡിന്റെ ഫോട്ടോ, അതുപോലെ കറസ്പോണ്ടിങ് റെന്റ് അഗ്രിമെന്റ് കോപ്പി, അതല്ല ആരാണ് പാർട്ടി അവരുടെ പാൻ കാർഡ് കോപ്പി, ഫോട്ടോ, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ REG1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രോസസ് ആണ് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ മലബാർ ഗോൾഡ്, അതിന്റെ സ്റ്റാളാണ് കർണാടകയിലാണ് സ്റ്റാൾ അറേഞ്ച് ചെയ്യുന്നത്, അസ്യൂം ചെയ്യും. ഈ കർണാടകയിൽ സ്റ്റാൾ അറേഞ്ച് ചെയ്യുമ്പോൾ അവർ 2 മാസമാണ് സ്റ്റാൾ ടൈം, 2 മാസമാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2 മാസം ആ പാർട്ടി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ടുള്ള ടെമ്പററി പാർട്ടി അവിടെ ഗോൾഡ് വിൽക്കും. ആ ഗോൾഡ് വിൽക്കുമ്പോൾ വിൽക്കുന്ന സെയിൽ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. ആക്ച്വൽ അല്ല, വരാൻ പോകുന്ന ടൈമാണ്. സെയിൽസ് വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. 2 മാസം ഞാൻ സ്റ്റാൾ അറേഞ്ച് ചെയ്യും, ആ 2 മാസം കൊണ്ട് ഇത്ര എമൗണ്ട് ഗോൾഡ് വിൽക്കും അസ്യൂം ചെയ്യാം. ആ ഗോൾഡിന്റെ ടാക്സ് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് അടച്ചാൽ മാത്രമേ നിങ്ങൾ കൊടുക്കുന്ന REG1 ഫോം ഡിപ്പാർട്ട്മെന്റ് ആക്സെപ്റ്റ് ചെയ്യും. റിവൈൻഡ് ചെയ്യാം. ഞാൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണ്. ഞാൻ കറസ്പോണ്ടിങ് കർണാടക, ഇൻ കേസ് ഓഫ് ബാംഗ്ലൂരിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ടെമ്പററി ആയിട്ട് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ആ 2 മാസം ഞാൻ കർണാടകയിൽ ബിസിനസ് ചെയ്യുമ്പോൾ എത്രയാണോ സെയിൽസ്, എക്സാമ്പിൾ 4 കോടി 5 കോടി സെയിൽസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ ടേൺ ഓവറിന്റെ ടാക്സ് എമൗണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയി അടക്കണം. അഡ്വാൻസ് ആയി അടച്ചിട്ട് REG1 ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത അപ്ലിക്കേഷൻ ഓക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന കൺഫർമേഷൻ ആണ് REG2. നിങ്ങൾ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഓക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന കൺഫർമേഷൻ ആണ് REG2. ഓക്കെ, ഇനി നോർമലി GST ഡിപ്പാർട്ട്മെന്റ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന് GST സർട്ടിഫിക്കറ്റ്, GST ലൈസൻസ് കൊടുക്കും. ഈ GST സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റിയാണ് 90 ഡേയ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടിക്ക് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ട് മാക്സിമം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ് 90 ദിവസം. ഇനി 90 ദിവസം കഴിഞ്ഞിട്ടും അവിടെ സ്റ്റാൾ വേണമെങ്കിൽ ഫർദർ ആയിട്ട് പുതിയ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇതാണ് കൺസെപ്റ്റ്. അതാണ് വാലിഡിറ്റി ഓഫ് രജിസ്ട്രേഷൻ 90 ഡേയ്സ് ആണ്. ഇനി കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ, ടെമ്പററി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ, ആ പാർട്ടി മേ ബി അവിടെ ഗോൾഡ് വിൽക്കും, അതുപോലെ ഗോൾഡ് വാങ്ങും, വിൽക്കാൻ വേണ്ടി ഗോൾഡ് വാങ്ങും, ദെൻ ഗോൾഡ് വിൽക്കും. ഗോൾഡ് വിൽക്കും, അതുപോലെ ഗോൾഡ് വാങ്ങും,
ആ പാർട്ടി ഓരോ മന്ത്ലി എക്സാമ്പിൾ ഈ ടെമ്പററി പാർട്ടി ജനുവരി 1 തീയതി മുതൽ ജനുവരി 31 തീയതി, ജനുവരി മന്താണ്, ആ ജനുവരി മന്തിൽ എത്ര എമൗണ്ടിന്റെ സെയിൽസ് ആണോ നടത്തിയത്, സെയിൽ ചെയ്യുമ്പോൾ എന്ത് വാങ്ങും? ടാക്സ് എമൗണ്ട് വാങ്ങും. GST ആണ്. സെയിൽ ചെയ്യുമ്പോൾ ആ ഗുഡ്സിന്റെ വാല്യൂവിനോട് കൂടി എന്ത് വാങ്ങും? GST വാങ്ങും. അങ്ങനെ ജനുവരി മന്തിൽ എത്ര രൂപയുടെ സെയിൽസ് ആണ് നടത്തിയത്, എത്ര രൂപയാണ് ഞാൻ ടാക്സ് ആയിട്ട് വാങ്ങിയത്, ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഫോമാണ് GSTR1. കൊടുക്കേണ്ട ടൈം ലിമിറ്റ് ആണ് ജനുവരി മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 10 തീയതി, മീൻ ഫെബ്രുവരി 10 കൂടി ഗവൺമെന്റിന് ഓൺലൈൻ ആയിട്ട് ഫർണിഷ് ചെയ്യണം. അല്ലെങ്കിൽ ജനുവരി 1 തീയതി മുതൽ ജനുവരി 28 തീയതി വരെ എത്ര രൂപയുടെ സെയിൽസ് നടത്തി, സെയിൽസ് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് ഞാൻ കളക്ട് ചെയ്ത്, ആ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് GSTR1. ആ GSTR1 കൊടുക്കേണ്ടത് ആ മന്ത് കഴിഞ്ഞ് അടുത്ത മാസം 10 കൂടിയാണ് കൊടുക്കേണ്ടത്. ഇതാണ് GSTR1 കൺസെപ്റ്റ്. അതുപോലെ ഈ ടെമ്പററി പേഴ്സൺ ഗുഡ്സ് റോ മെറ്റീരിയൽ വാങ്ങും. അവർ ജ്വല്ലറി ഐറ്റംസ് അവിടുന്ന് വാങ്ങാം മേ ബി. അത് ജനുവരി 1 തീയതി മുതൽ ജനുവരി 31 തീയതി വരെ ഞാൻ ഗുഡ്സ് വാങ്ങും. വിൽക്കാൻ വേണ്ടി ജ്വല്ലറി വാങ്ങും. ജ്വല്ലറി വാങ്ങുമ്പോൾ ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ആ കൊടുക്കുന്ന ടാക്സ് എമൗണ്ടിന്റെ പേരാണ് ITC. ഗുഡ്സ് വാങ്ങുമ്പോൾ മലബാർ ഗോൾഡ് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ആദ്യം ഗുഡ്സ് വാങ്ങണം. വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ടിന്റെ പേരാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയും. അങ്ങനെ ജനുവരി 1 തീയതി മുതൽ ജനുവരി 31 തീയതി വരെ എത്ര രൂപയുടെ ഗുഡ്സ് ആണ് ഞാൻ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യേണ്ട ഫോമാണ് GSTR2. ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ഡേറ്റ് ആണ് ജനുവരി മന്ത് കഴിഞ്ഞാൽ അടുത്ത മാസം 15 ഫെബ്രുവരിയോട് കൂടി കൊടുക്കണം. അതുപോലെ ഫെബ്രുവരി മന്ത് ആണെങ്കിൽ എക്സാമ്പിൾ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 28 തീയതി ആണെങ്കിൽ ആ ടൈമിൽ വാങ്ങുന്ന ഗുഡ്സ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഡേറ്റ് ആണ് 15 മാർച്ച്. ആ മന്ത് കഴിഞ്ഞ് 15 കൂടി കൊടുക്കണം. മൂന്നാമത്തെ ഫോമാണ് GSTR3. GSTR3 ആണ്. GSTR3 mean example ജനുവരി 1 തീയതി മുതൽ ജനുവരി 31 തീയതി വരെ ടോട്ടൽ സെയിൽസ് ആണ് 15 ലക്ഷം. ഞാൻ കസ്റ്റമറെ കയ്യിൽ നിന്നും ജനുവരി 1/1/2021 മുതൽ 31/1/2021 ഈ ജനുവരി മാസം ടോട്ടൽ ജനുവരി മാസത്തിന്റെ സെയിൽസ് ആണ് എക്സാമ്പിൾ 50 lakh ആണ്. 50 lakh ആണ് ടോട്ടൽ സെയിൽസ്. സെയിൽ ചെയ്യുമ്പോൾ ഞാൻ കസ്റ്റമറെ കയ്യിൽ വാങ്ങുന്ന ടാക്സ് ആണ് 1.5 ലക്ഷം. കൺസെപ്റ്റ് ആണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. ഗുഡ്സ് വിൽക്കുമ്പോൾ കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങും. ഈ ടാക്സ് എമൗണ്ടിന്റെ പേരാണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് കൺസെപ്റ്റ്. അതുപോലെ ഈ സെയിം ടൈമിൽ ജനുവരി ഈ സെയിം ടൈമിൽ ഞാൻ ഓൾറെഡി വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സ് ആണ് 10 ലക്ഷം. ഗുഡ്സ് വാങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് ആണ് 1 lakh. ഇതിന്റെ പേരാണ് ITC. 1 lakhന്റെ പേരാണ് ITC. ഇതിന്റെ പേര് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയും. ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ. ഇനി ഈ ടൈം നോക്കുമ്പോൾ ജനുവരി മാസം നോക്കുമ്പോൾ ടോട്ടലി ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ടാക്സ് 1.5 ലക്ഷം. അതിൽ നിന്നും ITC എമൗണ്ട് 1 lakh കുറക്കാം. ബാക്കി റിമൈനിങ് വരുന്ന എമൗണ്ട് ആണ് 50,000. ഈ 50,000 ഗവൺമെന്റിലേക്ക് അടക്കണം. GST ആയിട്ട് അടക്കണം. GST അടക്കുമ്പോൾ എത്ര എമൗണ്ട് ആണോ കസ്റ്റമർ കയ്യിൽ വാങ്ങിയത് അതിൽ നിന്നും
ITC എമൗണ്ട് കുറക്കാം, ബാക്കി റിമൈനിങ് എമൗണ്ട് ആണ് നെറ്റ് ടാക്സ് 50,000. ഈ 50,000 രൂപ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ഡ്യൂ ഡേറ്റ് ആണ് ജനുവരി മന്ത് ആണെങ്കിൽ ആ മന്ത് കഴിഞ്ഞ് 20th, ജനുവരി മന്ത് കഴിഞ്ഞ് അടുത്ത മാസം 20th മീൻ 20th ഫെബ്രുവരിയോട് കൂടിയാണ് GST എമൗണ്ട് അടയ്ക്കുക. കൺസെപ്റ്റ് ആണ് GSTR 3 എന്ന് പറയും. GSTR 3 കേട്ടോ, ഫോർമാറ്റ് ഒക്കെ GSTR 3 ആണ്. റിട്ടേൺ ആണ് GSTR 1. GSTR 1 മീൻ GSTR 1ന്റെ കൺസെപ്റ്റ് ആണ്. GSTR 1 എന്താ? ഓൺലി സെയിൽസ്. നിങ്ങൾ ഔട്ട്വേർഡ് സപ്ലൈ മീൻ സെയിൽസ് ആണ്. ഒരു പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കാഷ്വൽ ടാക്സബിൾ പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി ഒരു മന്തിൽ വരുന്ന സെയിൽസിന്റെയും ടാക്സ് എമൗണ്ടിന്റെയും ഡീറ്റെയിൽസ് അടുത്ത മാസം 10th കൂടി ഫർണിഷ് ചെയ്യണം. അതുപോലെ GSTR 2 മീൻ ഈ പാർട്ടി ജാനുവരി മന്തിൽ ഗുഡ്സ് വാങ്ങുമ്പോൾ അതിനോട് കൂടി ടാക്സ് എമൗണ്ട് കൊടുക്കും. ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അടുത്ത മാസം 15th കൂടി ഫർണിഷ് ചെയ്യണം. GSTR 3 മീൻ ടാക്സ് ആണ്, പേയ്മെന്റ് ഓഫ് ടാക്സ് കൺസെപ്റ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ GSTR സാർ ഒന്നുകൂടെ സ്പീഡ് പറഞ്ഞു പോകും. GSTR ഏതാ പറയാ? ഡൗട്ട് പറയും, പറഞ്ഞോളൂ. ടോട്ടൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് മലയാളത്തിലൊന്ന് ഫുൾ ആയിട്ട് വേണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ മുന്തക്കാരന്റെ ഉള്ളിൽ കൂടി ഉണ്ട് കാരറ്റ്, രണ്ട് സൈഡിൽ കൂടി. ഈ ഭാഗത്ത് ഈ ആദ്യം ഇന്നലെ രാവിലെ ഈ ഭാഗത്ത് കൂടി കണ്ടിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഈ എക്സാമ്പിളിൽ ഞാൻ കാണിക്കാം. ഔട്ട്പുട്ട് ഇൻപുട്ട് ഈ കാണുന്ന യെല്ലോ കളർ നോക്കുക. യെല്ലോ കളറിൽ ജനുവരി 1 തീയതി മുതൽ 31 വരെയാണ്. നോർമലി ബിസിനസ് ആകുമ്പോ നിങ്ങൾ നോക്കേണ്ടത് ഗുഡ്സ് വിൽക്കണ മാത്രല്ല, ഗുഡ്സ് വിൽക്കും, സെയിം ടൈമിൽ അവരെന്ത് വിൽക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങും ചെയ്യും. രണ്ട് കൺസെപ്റ്റ് ആണ്. അത് ഗുഡ്സ് വാങ്ങുന്ന ഗുഡ്സ് ആണ് വിൽക്കുന്നത്. ഓക്കെ, ഇനി ജനുവരി ടോട്ടൽ ജനുവരി 1 തീയതി മുതൽ ജനുവരി 31 വരെ ടോട്ടൽ സെയിൽസ് ആണ് 50 lakhs. 50 lakhs ടോട്ടൽ സെയിൽസ്. സെയിൽ ചെയ്യുമ്പോൾ സപ്ലയർ ആയ പാർട്ടി എന്ത് കളക്ട് ചെയ്യും? GST വാങ്ങും, ഷുവറാണ്. ഈ ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യേണ്ട ഫോം ആണ് GSTR 1. GSTR 1 കൺസെപ്റ്റ്, ഈ ഫോമാണ് GSTR 1. എന്ത് ഫയൽ ചെയ്യണം? 10th ഫെബ്രുവരി 2021 ഫർണിഷ് ചെയ്യണം. ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം 10 തീയതി, ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസം 10 തീയതി. അത് കഴിഞ്ഞാൽ അടുത്ത സെയിം കൺസെപ്റ്റ്. ഈ സെയിം ഡേറ്റ് ഗുഡ്സ് വാങ്ങും. വിറ്റാ പോലെ ഗുഡ്സ് വാങ്ങണം. റോ മെറ്റീരിയൽ 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങി. ടോട്ടലി ഗുഡ്സ് വാങ്ങുമ്പോൾ എന്ത് കൊടുക്കും? ടാക്സ് എമൗണ്ട് കൊടുക്കും. ഗുഡ്സ് വാങ്ങുന്ന പാർട്ടി ടാക്സ് എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഈ ഗുഡ്സ് വാങ്ങുന്ന ഡീറ്റെയിൽ 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് വാങ്ങി എത്ര എമൗണ്ട് ആണ് ഞാൻ ടാക്സ് എമൗണ്ട് കൊടുത്തത്, ആ ഡീറ്റെയിൽസ് ഗവൺമെന്റിന് ഫർണിഷ് ചെയ്യേണ്ട ഫോം ആണ് GSTR 2. ഡേറ്റ് ആണ് 15th ഫെബ്രുവരി 2021. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ സെയിം ഡേറ്റ് ജനുവരി മാസത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ടോട്ടൽ സെയിൽസ് 15 ലക്ഷം, ടോട്ടൽ പർച്ചേസ് 10 ലക്ഷം, ടോട്ടൽ ഗുഡ്സ് വിൽക്കുമ്പോൾ ടാക്സ് എമൗണ്ട് വാങ്ങിയ എമൗണ്ട് 15 ലക്ഷം അല്ല 1,50,000. ഞാൻ ഓൾറെഡി ഗുഡ്സ് വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുത്ത ടാക്സ് എമൗണ്ട് 1 lakh. അത് കഴിഞ്ഞാൽ ഓൾറെഡി ഗവൺമെന്റിലേക്ക് നെറ്റ് ആയിട്ട് അടക്കാനുള്ള ടാക്സ് ആണ് 50,000. ടാക്സ് അടക്കുമ്പോൾ ഔട്ട്പുട്ട് ടാക്സ് പേബിൾ
മൈനസ് ITC എന്ന് പറയും. 50,000. ഈ 50,000 രൂപ ടാക്സ് അടക്കാറുണ്ട്. ഈ 50,000 രൂപ ടാക്സ് അടക്കാറുണ്ട്. ഈ ടാക്സ് അടക്കാനുള്ള ഡേറ്റ് ആണ്, ഫോമാണ് GSTR3 ഫോം. ഡ്യൂ ഡേറ്റ് ആണ് ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസം 20-ാം തീയതി. ഇതാണ് കൺസെപ്റ്റ്. പറയും. അതില് രണ്ടാമത്തെ ഇല്ലേ, അതില് 15/2/21 മുമ്പായിട്ട് അടയ്ക്കണം എന്നാണോ? 1,00,000 രൂപ ഡ്യൂ ഡേറ്റ് എന്താ? ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. ഡ്യൂ ഡേറ്റ് മീൻ ലാസ്റ്റ് ഡേറ്റ്. അന്ന് അടക്കാന്നല്ല, ഡ്യൂ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. ഇനി സാർ ഇതൊക്കെ അടക്കണം, അല്ലാതെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇതില്ലേ? ITC അല്ലേ. ഒരു ഷോപ്പ് ആണെങ്കിൽ അവര് ഗുഡ്സ് വാങ്ങും, ദെൻ വിൽക്കും. ഇതെല്ലാം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. അവര് വാങ്ങുമ്പോ ഞാൻ 1 lakhന്റെ ഗുഡ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ ആ 1 lakh എമൗണ്ടിനോട് കൂടി എന്ത് കൊടുക്കണം? ടാക്സ് എമൗണ്ട് കൊടുക്കണം. അത് വേണ്ടേ? ആ ടാക്സ് എമൗണ്ട് ആണ് ITC. നിങ്ങൾ ചെയ്യുമ്പോ ശ്രദ്ധിക്കട്ടാ, ഇവിടെ പറഞ്ഞ ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എ സെല്ലറാണ്, മിസ്റ്റർ ബി ബയറാണ്. വാങ്ങുന്ന പാർട്ടി ബയർ എന്നല്ല കൺസെപ്റ്റ്. സെല്ലർ എന്ന വേർഡും ഇല്ല GSTയില്. കറസ്പോണ്ട് സെല്ലർ സപ്ലയർ എന്ന് പറയും. വാങ്ങുന്ന പാർട്ടി റെസിപ്പിയന്റ് എന്ന് പറയും കേട്ടോ. GST പ്രകാരം അറിയാൻ വേണ്ടി സെല്ലർ ബയർ. സെല്ലർ ഗുഡ്സ് വിൽക്കുമ്പോ അതിന്റെ വാല്യൂ ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ വാല്യൂ ഓഫ് ഗുഡ്സ് 1 lakh. ഗുഡ്സ് വിൽക്കുമ്പോ ഇതിനോട് കൂടി എന്ത് കളക്ട് ചെയ്യും? GST കളക്റ്റഡ്. GST കളക്ട് ചെയ്യും. എക്സാമ്പിൾ 18,000 രൂപ. 2% നോർമലി. ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 1,18,000. ഇൻവോയ്സ് വാല്യൂ 1,18,000. ഓക്കെ. നിങ്ങൾ നോക്കുമ്പോ ഇതാണ് സെല്ലറായ പാർട്ടി ഗുഡ്സ് വിൽക്കുക. സെല്ലറായ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ ഇങ്ങനെ വരും. അങ്ങനെ സെല്ലർ ഗുഡ്സ് വിൽക്കുമ്പോ 1 lakhന്റെ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അതിനോട് കൂടി കസ്റ്റമറെ കയ്യിൽ നിന്നും 18,000 രൂപ വാങ്ങി. ഈ 18,000 രൂപയുടെ പേരാണ് ഔട്ട്പുട്ട് ടാക്സ് പേബിൾ. ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള ഔട്ട്പുട്ട്, നെറ്റ് അല്ല, ഔട്ട്പുട്ട് ടാക്സ് പേബിൾ 18,000. വിൽക്കുന്ന സെല്ലറാണ്. ഇതേ ഡീറ്റെയിൽസ് ഇവിടെ വരുമ്പോ, വാല്യൂ ഓഫ് ഗുഡ്സ് ഞാൻ വാങ്ങുന്നതാണ്. ഞാൻ സെല്ലർ വാല്യൂ ഓഫ് ഗുഡ്സ്, ഞാൻ വാങ്ങുന്ന വാല്യൂ ഓഫ് ഗുഡ്സ് ആണ്. വാങ്ങുന്ന പാർട്ടി വാല്യൂ ഓഫ് ഗുഡ്സ് ആണ് 1 lakh ആണ്. 1 lakhന്റെ ഗുഡ്സ് ആണ് വാങ്ങുന്നത്. അതിനോട് കൂടി ടാക്സ് പെയ്ഡ്. ഈ ടാക്സ് പെയ്ഡ് 18,000. ടോട്ടലി ഞാൻ കൊടുക്കുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഇസ് ഈക്വൽ ടു 1,18,000. അങ്ങനെ വാങ്ങുന്ന പാർട്ടി കൊടുക്കുന്ന എമൗണ്ട് 1,18 ആണ്. ഇവിടെ നോക്കേണ്ടത്, ഞാൻ 1 lakhന്റെ ഗുഡ്സേ വാങ്ങുന്നുള്ളൂ. വാല്യൂ ഓഫ് ഗുഡ്സ് 1 lakh ഉള്ളൂ. ഈ 1 lakhന്റെ ഗുഡ്സ് കിട്ടാൻ വേണ്ടി വാങ്ങുന്ന പാർട്ടി എത്ര ടാക്സ് കൊടുത്തു? 18,000. ഈ 18,000 രൂപയുടെ പേരാണ് ITC. അതാണ് കൺസെപ്റ്റ് ITC. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഗുഡ്സ് വാങ്ങുമ്പോ വാങ്ങുന്ന പാർട്ടി ടാക്സ് കൊടുക്കും. ആ എമൗണ്ട് പേരെന്താ? ITC. ഗുഡ്സ് വിൽക്കുമ്പോ സെല്ലറായ പാർട്ടി കസ്റ്റമറെ കയ്യിൽ ടാക്സ് എമൗണ്ട് വാങ്ങും. ആ ടാക്സിന്റെ പേരെന്താ? ഔട്ട്പുട്ട് ടാക്സ് പേബിൾ. ഇതാണ് ലോജിക്ക്. ഓക്കേടാ? ഡൗട്ട് ചോദിച്ചോക്കാരെ ഓക്കെയാ? ഡൗട്ട് ചോദിച്ച ആൾക്കാരോട് ഓക്കെ. ഇനി നോക്കട്ടാ. പറയുന്ന ഏരിയ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആയിരുന്നു. ഫസ്റ്റ് പറഞ്ഞ ഏരിയ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് രജിസ്ട്രേഷൻ വേണം. ഫസ്റ്റ് പറഞ്ഞ ഏരിയ. രണ്ടാമത്തെ പറഞ്ഞ ഏരിയ, ഈ സെയിം പാർട്ടി GST പ്രകാരം രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ട ഫോമാണ് GST-REG-1. ഈ GST-REG-1 കൊടുക്കേണ്ടത്
എന്നാണോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് മുന്നേയുള്ള 5 days പ്രയർ മിനിമം കൊടുക്കണം. അങ്ങനെ REG1 കൊടുക്കുമ്പോൾ അതിൽ കൊടുക്കേണ്ട പാർട്ട് എ പ്രകാരം കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആയിരുന്നു പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, സ്റ്റേറ്റ്. പാർട്ട് 2 പ്രകാരം പറഞ്ഞു. അതുപോലെ അഡ്വാൻസ്, അവർ എത്ര ടൈമാണ് ബിസിനസ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് അഡ്വാൻസ് ടാക്സ് അടക്കണം. അങ്ങനെ അഡ്വാൻസ് ടാക്സ് അടച്ചാൽ മാത്രമേ അവർക്ക് REG1 REG2 കിട്ടും. പിന്നെ പറഞ്ഞ ഏരിയ കറസ്പോണ്ടിങ് റിട്ടേൺ ആയിരുന്നു. ഒരു കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആണെങ്കിൽ ആ പാർട്ടി ഫയൽ ചെയ്യേണ്ട ഫോം ആയിരുന്നു GSTR1, GSTR2, GSTR3. പിന്നെ പറഞ്ഞ വാലിഡിറ്റി ഓഫ് രജിസ്റ്റർ. നോർമലി കാഷ്വൽ ടാക്സിബിൾ പാർട്ടി ആണെങ്കിൽ അവരെ GST സർട്ടിഫിക്കറ്റ്, GST ലൈസൻസിന്റെ വാലിഡിറ്റി ആണ് 90 days ആണ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് പാർട്ട് ആനുവൽ റിട്ടേൺ. ആനുവൽ റിട്ടേൺ മീൻ ശ്രദ്ധിക്കട്ടോ. നോർമലി നിങ്ങളെ ഇയർ ആണ് എക്സാമ്പിൾ 2020-21 അസ്യൂം ചെയ്യാം. ഈ 2020-21 കഴിഞ്ഞാൽ ആ ടൈമിൽ ഒരു വർഷത്തിൽ വന്ന പർച്ചേസും ഒരു വർഷത്തിൽ വന്ന സെയിൽസിന്റെയും ടോട്ടൽ ഡീറ്റെയിൽസ് ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ കഴിയുമോ? റെക്കോർഡ് എനിക്കറിയാം കേട്ടോ, ആ കേസ് എനിക്കറിയില്ല. റെക്കോർഡ് ആകുന്നുണ്ട്. എന്താ പറഞ്ഞ കേട്ടില്ല? എന്താ പറഞ്ഞേ? ഓക്കെ, റെക്കോർഡ് ആകുന്നുണ്ട്. റെക്കോർഡ് ആവുന്നില്ല, ശ്രദ്ധിക്കുക. ഇനി നോക്കട്ടാ, ഞാൻ പറയാം. നോർമലി ഒരു പാർട്ടി 2018-19 ഈ 2020-21 ഈ 2020-21 ഇയർ ആണെങ്കിൽ ആ ഒരു വർഷത്തിൽ വരുന്ന സെയിൽസ്, പർച്ചേസ്, ആ ഡീറ്റെയിൽസ് നിങ്ങളെ ഇയർ എന്താ കംപ്ലീറ്റ് ആവുക? മാർച്ച് 31 മാർച്ച് 31 കഴിഞ്ഞ് അടുത്ത വർഷം ഡിസംബർ 31 കൂടി. പിന്നെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, 2020-21 ഇയർ ആണ്. ആ ഇയറിന്റെ ഫുൾ ഡീറ്റെയിൽസ്, ടോട്ടൽ ഒരു വർഷത്തെ ഫുൾ ഡീറ്റെയിൽസ് 31/12/2021 ആ ഇയറോട് കൂടി GST ഡിപ്പാർട്ട്മെന്റ് ഇൻഫോം ചെയ്യണം. കൺസെപ്റ്റ് ആണ് ആനുവൽ റിട്ടേൺ എന്ന് പറയും. GSTR9 ആണ് ഫോം. ഒരു വർഷത്തെ ടോട്ടൽ സെയിൽസ്, ടോട്ടൽ പർച്ചേസ്, ആ ഡീറ്റെയിൽസ് ഈ റെക്കോർഡിങ് ഞാൻ ക്ലാസ് റെക്കോർഡിങ് ഞാനല്ല ചെയ്യുന്നത്. മേ ബി ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചാൽ അവർ തരും കേട്ടോ. ഞാൻ ക്ലാസ് മാത്രമേ എടുക്കുന്നേ ഉള്ളൂ. റെക്കോർഡിങ് അവർ തരും കേട്ടോ. ചോദിച്ചാൽ തരും, പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ബോധർ ചെയ്യണ്ട, ക്ലാസ് ഒക്കെ തരും. ഇനി നോക്കുക, റെക്കോർഡിങ് അവർ തരും. ആ 004 സംസാരിച്ചാൽ സാറ് തരും കേട്ടോ. റെക്കോർഡിങ് ഞാനല്ല ചെയ്യുന്നത്, ഹോസ്റ്റ് പ്രസന്റ് മാത്രം ഞാനേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞ ഹോസ്റ്റ് പോകും. ഓക്കെ, ഇനി ഒരു വർഷം 2020-21 ഇയർ, ആ ഇയറിന്റെ ഒരു വർഷത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇയർലി കൊല്ലം ഫയൽ ചെയ്യണം. ആ ഫോമാണ് ആനുവൽ റിട്ടേൺ എന്ന് പറയും. അങ്ങനെ ആനുവൽ റിട്ടേൺ ആണെങ്കിൽ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ആ പാർട്ടി ഇയർലി GSTR9 ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അത്ര പഠിച്ചാൽ മതി. ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ ആ പാർട്ടിക്ക് GSTR9 മീൻ ആനുവൽ റിട്ടേൺ ആ പാർട്ടി ഫയൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, റീഫണ്ട് ബൈ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ മീൻ. എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ബിസിനസ് തുടങ്ങുമ്പോൾ അവരെ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യും. 2 മാസം കൊണ്ട് 4 കോടി ടേൺ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. 2 മാസം കഴിഞ്ഞാൽ അവരുടെ സെയിൽസ് അത്ര എത്തിയിട്ടില്ല എങ്കിൽ ഓൾറെഡി ടാക്സ് എമൗണ്ട് അടച്ചിട്ടുണ്ട്. ഓൾറെഡി എസ്റ്റിമേറ്റഡ്
എമൗണ്ടിന്റെ ടാക്സ് എമൗണ്ട് ഞാനും അരിപ്പും കൂടി പോയി. ഈ അടച്ച എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൺസെപ്റ്റ്. ഒരു രജിസ്റ്റേർഡ് പാർട്ടിയോട് GST പ്രകാരം കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആണെങ്കിൽ ബിസിനസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അവരെ സെയിൽസ് വരാൻ പോകുന്ന 2 മാസം ഇത്രയാണ് സെയിൽസ് 4 കോടി. അവരെ ബിസിനസ് ഓൾറെഡി കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞാൽ ബിസിനസ് 3 കോടിയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 കോടിക്ക് എക്സ്ട്രാ ടാക്സ് എമൗണ്ട് അഡ്വാൻസ് ആയി അടച്ചിട്ടുണ്ടാവും. ആ അഡ്വാൻസ് എമൗണ്ട് റീഫണ്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ പറയുന്ന ഏരിയ ഒരു കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ ആണെങ്കിൽ അവർ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഗുഡ്സ് വാങ്ങുമ്പോൾ അവർ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്താണ്? ITC ആണ്. കോമൺ കൺസെപ്റ്റ്. ഇതാണ് കാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ. ഡൗട്ട് ചോദിക്കും. പറയുന്ന ഏരിയ കമ്പൽസറി രജിസ്ട്രേഷനിൽ 2ാമത്തെ പോയിന്റ് ആയിരുന്നു. 1 ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, 2ാമത്തെ പോയിന്റ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ആ പോയിന്റ് ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ കൺഫേം ചെയ്യും. ഓക്കെയാണോ? ഒന്ന് പറയൂ. കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓക്കെയാണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഒന്ന് ഓക്കെയാണോ? ഇത് കൺഫേം ചെയ്യൂ. ഹലോ, ഓക്കെയാണോ? നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെയാണോ? ഓക്കെ. ഇനി 3ാമത്തെ പാർട്ടിയാണ് NRI. 3ാമത്തെ പാർട്ടിയാണ് NRI. ശ്രദ്ധിക്കട്ടോ. അറൌണ്ട് സെയിം പോയിന്റ് ആണ്. ഞാൻ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺസിന്റെ എന്തെല്ലാം പോയിന്റ് പറഞ്ഞു? അറൌണ്ട് സെയിം പോയിന്റ് എക്സെപ്റ്റ് 2 മാറ്റം മാത്രം. ശ്രദ്ധിക്കാം. ഒരു NRI, ഒരു അമേരിക്കൻ പാർട്ടി, ഒരു NRI അമേരിക്കൻ പാർട്ടി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വരണം. ഒന്നുകിൽ ബിസിനസ് മീൻ സപ്ലയർ ഓഫ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന പാർട്ടി ആയിരിക്കും. NRI ആണ്. അങ്ങനെ NRI ആകുമ്പോൾ അയാളുടെ ബിസിനസ് ഏരിയ മേ ബി ദുബായിലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിലായിരിക്കാം. ആ സെയിം പാർട്ടി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ NRI ആണ്. NRI ആണെങ്കിൽ എനിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി. ഫസ്റ്റ് പോയിന്റ്. ഒരു NRI ആണെങ്കിൽ NRIക്ക് ഇന്ത്യയിൽ ഗുഡ്സോ ഇന്ത്യയിൽ സർവീസോ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഓക്കെ. ഇനി പറയുന്ന ഏരിയ കമ്പൽസറി പേഴ്സൺ NRI making taxable supply in India has compulsory take registration. ഫസ്റ്റ് പോയിന്റ്. 2ാമത്തെ പോയിന്റ് സെക്കൻഡ് പോയിന്റ് പ്രകാരം പറയുന്നത് ഒരു NRI പാർട്ടി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ 5ാം തീയതിയാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ തൊട്ട് മുന്നേയുള്ള 5 days പ്രയർ ആയിട്ട് ഈ NRI പാർട്ടി GST ഡിപ്പാർട്ട്മെന്റിനെ ഇൻഫോം ചെയ്യും. സെയിം പോയിന്റ്. പക്ഷെ നേരത്തെ ഇൻഫോം ചെയ്യും ഫോം പറഞ്ഞ് GST REG 1 ആയി. ഇവിടെ ഫോം മാറ്റണ്ട്. NRI ആണെങ്കിൽ ഒരു മാറ്റം വരുന്നു. NRI ആണെങ്കിൽ GST ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ അപ്ലിക്കേഷൻ ഫോം ആണ് GST REG 09 ആണ്. GST REG 09. ഫസ്റ്റ് മാറ്റം വരുന്ന ഏരിയ അതാണ്. 2ാമത്തെ നോർമലി NRI ആണെങ്കിൽ ആ പാർട്ടിക്ക് എന്തുണ്ടാവില്ല? ഇന്ത്യയിൽ പാൻ നമ്പർ ഉണ്ടാവില്ല. ഒരു NRI ആണ്. NRI പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്ക് ഇന്ത്യയിൽ പാൻ നമ്പർ ഉണ്ടാവില്ല. അങ്ങനെ പാൻ നമ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് ആ പാർട്ടിയുടെ GST REG അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ ചെയ്യേണ്ടത് ഇന്ത്യക്കാരനായിട്ടുള്ള ഇന്ത്യയിലുള്ള പാൻ നമ്പർ ഉള്ള വാലിഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ് സൈൻ ചെയ്യേണ്ടത്. 2ാമത്തെ മാറ്റം വരുന്നത്. ഒന്ന് പറയുന്നത് അവരുടെ ഫോം നമ്പറിന്റെ മാറ്റമാണ് GST REG 09. 2ാമത്തെ 09 ഫോമിൽ ഓൾറെഡി നേരത്തെ പറഞ്ഞത് കറസ്പോണ്ടിങ് പാൻ നമ്പർ വേണം. ഇവിടെ ഓൾറെഡി NRI ആണെങ്കിൽ ഈ പാർട്ടിക്ക് എന്തില്ല? പാൻ നമ്പർ ഇല്ല.
അങ്ങനെ പാൻ നമ്പർ ഇല്ലാത്ത കാരണം കൊണ്ട് ഈ സെയിം പാർട്ടിയുടെ അപ്ലിക്കേഷൻ ഫോമിൽ ഇന്ത്യയിലുള്ള റെസിഡന്റ് ആയിട്ടുള്ള പാൻ നമ്പർ ഉള്ള ഒരു പാർട്ടിയാണ് ഈ NRIക്ക് വേണ്ടി അവരെ ഫോമിൽ സൈൻ ചെയ്യേണ്ടത്. പിന്നെ ഈ NRI ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അവർ എത്ര മാസം, എക്സാമ്പിൾ 3 മാസമാണ് ബിസിനസ് ചെയ്യുന്നത് അസ്യൂം ചെയ്യാം. ഈ 3 മാസം ബിസിനസ് ചെയ്യുമ്പോൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തും എസ്റ്റിമേറ്റ് ചെയ്യും. ഈ സെയിൽസ് എമൗണ്ട് അഡ്വാൻസ് ആയി അടച്ചാൽ മാത്രമേ അവർ കൊടുക്കുന്ന ഫോം ആയിട്ടുള്ള GST REG 09 ആക്സെപ്റ്റ് ചെയ്യും. സെയിം കൺസെപ്റ്റ്. അത് GST REG 09 കൊടുത്തു, അഡ്വാൻസ് ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഞാൻ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ പറയുന്ന ഏരിയ, ഒരു NRI പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്ക് GST ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് കൊടുക്കുമ്പോൾ ആ GST സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി മാക്സിമം 90 ദിവസമാണ്. 90 ദിവസത്തിന് മാത്രമേ GST ഡിപ്പാർട്ട്മെന്റ് ഒരു NRIക്ക് GST സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇനി 90 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ഈ NRI ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോം എക്സ്റ്റെൻഡ് ചെയ്യാം. 90 ദിവസം കഴിഞ്ഞ് ഫോം എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുവാൻ വേണ്ടി കൊടുക്കേണ്ട ഫോം നമ്പർ ആണ് GST REG 11 ഫോം ആണ് എക്സ്റ്റൻഷന് വേണ്ടി കൊടുക്കേണ്ട ഫോം. സെയിം പോയിന്റ് അവിടെ മാറ്റം, GST മാറ്റം വന്നിട്ടുണ്ട്. ഇനി ITC കേട്ടോ മാറ്റം. ഒരു NRI ഫോർ എക്സാമ്പിൾ ദുബായിലുള്ള പാർട്ടിയാണ്. ഈ ദുബായിലുള്ള പാർട്ടി ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാണ്, NRI ആണ്. അങ്ങനെ NRI ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങും. അവർ വിൽക്കാൻ വേണ്ടി ആദ്യം ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങും. ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ അവർ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് അവർക്ക് എന്തല്ല, ITC അല്ല. ഞാൻ 1 lakhന്റെ ഗുഡ്സ് ആണ് വാങ്ങിയത്, ഇന്ത്യയിൽ നിന്നും വിൽക്കാൻ വേണ്ടി 1 lakhന്റെ ഗുഡ്സ് വാങ്ങുന്നുണ്ട്. ആ 1 lakh എമൗണ്ടിനോട് കൂടി 18,000 രൂപ കൊടുത്തിരുന്നു. ഈ 18,000 രൂപ എന്തായാലും എടുക്കാൻ പാടില്ല, ITC ആയി എടുക്കാൻ പാടില്ല. അത് പറഞ്ഞ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു, ഗുഡ്സ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് നോർമലി ITC ആണ്. അതിന് ഒരു എക്സംഷൻ ആണ്. ഒരു NRI പാർട്ടി ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോൾ ആ NRI പാർട്ടി കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്തല്ല, ITC അല്ല. സെയിം ടൈമിൽ ഞാൻ NRI ആണ്, ദുബായിലുള്ള പാർട്ടിയാണ്. ഇന്ത്യയിൽ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം, ഇന്ത്യയിലേക്ക് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കും. ഞാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് കിട്ടാൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കും. ആ ടാക്സ് എമൗണ്ട് എന്താണ്, ITC ആണ്. നോക്കേണ്ടത്, ITC ഷാൽ നോട്ട് ബി അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റിസീവ്ഡ് ബൈ NRI എക്സെപ്റ്റ് ഗുഡ്സ് ഇമ്പോർട്ട് ബൈ ഹിം. ഒരു NRI പാർട്ടി ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് ITC ആണ്. അതല്ലാതെ ഇന്ത്യയിൽ നിന്നാണ് ഗുഡ്സ് വാങ്ങുന്നതെങ്കിൽ, ഇന്ത്യയിൽ നിന്നാണ് സർവീസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ഗുഡ്സ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്തല്ല, ITC അല്ല. റിട്ടേൺ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണെങ്കിൽ അവർക്ക് 3 റിട്ടേൺ, GSTR 1, GSTR 2, GSTR 3 എന്ന് പറയും. അതിന് പകരമായിട്ട് ഞാൻ ഒരു NRI ആണെങ്കിൽ, നോൺ NRI പാർട്ടി ആണെങ്കിൽ, ഈ NRI പാർട്ടി ഒരു മാസം കഴിഞ്ഞാൽ ആ മാസത്തിൽ വരുന്ന പർച്ചേസിന്റെയും സെയിൽസിന്റെയും ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യേണ്ട ഫോം ആണ് GSTR 5 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 1 month കഴിഞ്ഞ് അടുത്ത മാസം 20th കൂടിയാണ് ഇൻഫോം ചെയ്യേണ്ടത്. റിവൈൻഡ് ചെയ്യാം. NRI പാർട്ടി അവർക്ക് GSTR 1, 2, 3 കൺസെപ്റ്റ് അല്ല. ഒരു NRI പാർട്ടി ആണെങ്കിൽ ആ പാർട്ടി അവരെ GST ഒരു ജാനുവരി മന്തിൽ ടോട്ടൽ പർച്ചേസ്, ടോട്ടൽ സെയിൽസ്, ഈ ഡീറ്റെയിൽസ് ഗവൺമെന്റിനെ ഇൻഫോം ചെയ്യേണ്ട ഫോം ആണ് GSTR 5 ആണ്. ഡ്യൂ ഡേറ്റ് ആണ് 1 month കഴിഞ്ഞ് അടുത്ത മാസം 20th കൂടിയാണ് ഫയൽ ചെയ്യേണ്ടത്.
നെക്സ്റ്റ് വൺ റീഫണ്ട്. റീഫണ്ട് മീൻ ഞാൻ ഇവിടെ പറഞ്ഞു. റീഫണ്ട് മീൻ ഒരു NRI ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ടോട്ടൽ ലൈസൻസ് ടൈം 90 days ആണ്. മേ ബി 3 മാസത്തിനാണ് ലൈസൻസ് കൊടുക്കുന്നെങ്കിൽ ഈ 3 മാസം എത്ര രൂപയുടെ സെയിൽസ് ചെയ്യും? ഓൾറെഡി സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യും. ടോട്ടൽ സെയിൽസിന്റെ ടാക്സ് എമൗണ്ട് അഡ്വാൻസ് ആയി അടക്കണം. നിങ്ങളെ ആക്ച്വൽ സെയിൽസ് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത സെയിൽ എക്സാമ്പിൾ 50 ലക്ഷമാണ് അസ്യൂം ചെയ്യാം. എൻ്റെ ആക്ച്വൽ സെയിൽ 40 ആണ്. എൻ്റെ ആക്ച്വൽ സെയിൽ 40 ആണെങ്കിൽ ഞാൻ കൂടുതലായി ടാക്സ് അടച്ചു. ആ ടാക്സ് എമൗണ്ട് റീഫണ്ട് ക്ലെയിം ചെയ്യുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് കൺസെപ്റ്റ്. ഓപ്ഷൻസ് ഇല്ലാന്നാണോ സാർ? ഓപ്ഷൻസ് ഇല്ലാന്നാണോ? ഫണ്ടിന് ഓപ്ഷൻസ് ഇല്ലാന്നാണോ പറയുന്നത്? എന്താണ് ഫണ്ടിന്റെ കാര്യം ഇങ്ങനെ? റീഫണ്ട് കിട്ടും. റീഫണ്ട് കിട്ടും. ഓൾറെഡി നിങ്ങൾ സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യില്ലേ? നിങ്ങൾ REG 9 കൊടുക്കുമ്പോൾ ഒരു NRI പാർട്ടി ആണെങ്കിൽ REG 9 കൊടുക്കുമ്പോൾ 2 മാസമാണ് ഞാൻ NRI ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നെങ്കിൽ ആ 2 മാസം കൊണ്ട് 50 lakh സെയിൽസ് വരും. എസ്റ്റിമേഷൻ ആണ്. 50 lakhന് ടാക്സ് എമൗണ്ട് അഡ്വാൻസ് ആയി അടച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ആക്ച്വൽ സെയിൽ 40 ആണെങ്കിൽ 40 ലക്ഷമാണെങ്കിൽ ഓൾറെഡി 10 ലക്ഷം രൂപയുടെ സെയിൽസ് എമൗണ്ട് ടാക്സ് എമൗണ്ട് എക്സ്ട്രാ അടച്ചു. ആ എമൗണ്ട് റീഫണ്ട് കിട്ടും. സാർ ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴേ നമ്മളൊരു സാധനം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങുമ്പോൾ അതിന്റെ ആ ടാക്സ് ഉണ്ട്, നമ്മൾ അതിന് അവിടെ കൊടുക്കുന്നത്. ആ ടാക്സ് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി NRI ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി കൊടുക്കും. ഇമ്പോർട്ട് ഡ്യൂട്ടി BCDയും സോഷ്യൽ വെൽഫെയർ ഡ്യൂട്ടി കൊടുക്കും. അതിന് പുറമെ IGST കൊടുക്കും. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്ന GST മീൻ IGST അത് ITC ആണ്. ആ കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും കിട്ടൂല അല്ലെ? ഈ GST മാത്രം കിട്ടുന്നു അല്ലേ? ഇല്ല. ഓക്കെ വാക്കിൽ ഓക്കെനാ? ഓക്കെ. നെക്സ്റ്റ് കേട്ടോ. നെക്സ്റ്റ് വൺ നാലാമത്തെ പോയിന്റ് ആണ്. നാലാമത്തെ പോയിന്റ് പേഴ്സൺ who make taxable supply of goods or service on behalf of other taxable person. ഓക്കെ. നെക്സ്റ്റ് നോക്കുക. നാലാമത്തെ പോയിന്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പ്രിൻസിപ്പൽ ഞാൻ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ പ്രിൻസിപ്പളാണ്. ഞാൻ ഒരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തു. പ്രിൻസിപ്പളായ ഞാൻ എൻ്റെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ പ്രിൻസിപ്പൾക്കും ഏജന്റിനും GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഞാൻ പ്രിൻസിപ്പൾ ആയിരിക്കാം അല്ലെങ്കിൽ ഏജന്റ് ആയിരിക്കാം. പ്രിൻസിപ്പൽ ഏജൻസി റിലേഷൻഷിപ്പ് പ്രകാരം ഏതെങ്കിലും പാർട്ടി ഗുഡ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇതാണ് അടുത്ത പോയിന്റ്. ഇനി നെക്സ്റ്റ് വൺ ISD മീൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു. ശ്രദ്ധിക്കട്ടോ, കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. എക്സാമ്പിൾ VKC കമ്പനി ഹെഡ് ഓഫീസ് ആണ്. ബ്രാഞ്ച് ആണ്. എക്സാമ്പിൾ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3. 3 ബ്രാഞ്ച് അസ്യൂം ചെയ്യാം. ഈ ഓരോ ബ്രാഞ്ച് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയ ഇത് കറസ്പോണ്ടിങ് കേരള, തമിഴ്നാടു, എക്സാമ്പിൾ ഡൽഹി. ഡിഫറെന്റ് സ്റ്റേറ്റിലാണ് ബ്രാഞ്ചസ് വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കമ്പനിയുടെ ബ്രാഞ്ച് ഡിഫറെന്റ് ഏരിയയിലാണെങ്കിൽ കൺസെപ്റ്റ് ആണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഈ VKC കമ്പനിയുടെ
എല്ലാ ബ്രാഞ്ചും GST പ്രകാരം സെപ്പറേറ്റ് GST നമ്പർ സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. കാരണം ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. ഫസ്റ്റ് കൺസെപ്റ്റ്. ഇനി നോക്കാം, ഈ ബ്രാഞ്ച് 1-ൽ ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് പെയിന്റ് ചെയ്യണം. ബിൽഡിംഗ് പെയിന്റ് ചെയ്യുമ്പോൾ പെയിന്റർ ആയ പാർട്ടി ടോട്ടലി വാങ്ങുന്ന ചാർജ് 1 lakh ആണ്. ആ പെയിന്റർ ആയിട്ടുള്ള പാർട്ടി ഈ 1 lakhനോട് കൂടി GST വാങ്ങും. ടോട്ടലി കൊടുക്കേണ്ട എമൗണ്ട് ആണ് 1,18,000 ആണ്. ബിൽഡിംഗ് 2 lakhന്റെ പെയിന്റിംഗ് ആണ് ചെയ്യുന്നത്. ടോട്ടൽ ടാക്സ് എമൗണ്ട് ആണ് 36,000 അസ്യൂം ചെയ്യുക. ടോട്ടലി കൊടുക്കുന്ന എമൗണ്ട് ആണ്, കൊടുക്കേണ്ട എമൗണ്ട് 2,36. ഇങ്ങനെ നോക്കുമ്പോൾ നോർമലി ബ്രാഞ്ച് 1 കൊടുക്കാനുള്ള പൈസ, പെയിന്റർ കൊടുക്കാനുള്ള പൈസ 1,18. ബ്രാഞ്ച് 2 കൊടുക്കാനുള്ള പൈസ 2,36,000. ഈ കൊടുക്കാനുള്ള ബ്രാഞ്ച് കൊടുക്കാനുള്ള ക്യാഷ് ആര് കൊടുക്കും? ഹെഡ് ഓഫീസ് കൊടുക്കും. ഹെഡ് ഓഫീസ് കൊടുക്കുമ്പോൾ പെയിന്റർക്ക് 3 lakh എമൗണ്ട് കൊടുത്തു. കൊടുക്കാനുള്ള എമൗണ്ട് 1 lakh + 2 3 lakh ആണ് ടോട്ടൽ കൂലി. അതിന് പുറമെ ടാക്സ് കൊടുക്കുന്ന എമൗണ്ട് കറസ്പോണ്ടിങ് 54,000. ടോട്ടൽ ടാക്സ് എമൗണ്ട് 54,000. ഓൾറെഡി ബ്രാഞ്ച് കൊടുക്കേണ്ട പേയ്മെന്റ് ആണ്, അത് ആരെ കൊടുക്കുന്നത്? ഹെഡ് ഓഫീസ് ആണ്. അങ്ങനെ ബ്രാഞ്ച് കൊടുക്കേണ്ട പേയ്മെന്റ് ഹെഡ് ഓഫീസ് കൊടുക്കുമ്പോൾ ഈ ഹെഡ് ഓഫീസിന്റെ പേരാണ് ഓൾറെഡി IST. ഈ ഹെഡ് ഓഫീസിന്റെ പേരാണ് IST. അപ്പൊ ഏതെങ്കിലും ബ്രാഞ്ച് സർവീസ് ഒബ്റ്റെയിൻ ചെയ്തു, പെയിന്റിംഗ് സർവീസ് ആണ് ഒബ്റ്റെയിൻ ചെയ്തു, പെയിന്റർ കൊടുക്കാനുള്ള കൂലിയാണ് 1 lakh 2 lakh. അങ്ങനെ ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ നിന്നും പോവേണ്ട ക്യാഷ് ആയിരുന്നു 1,18. അങ്ങനെ ബ്രാഞ്ച് 1 കൊടുക്കേണ്ട 1,18 ബ്രാഞ്ച് 2 കൊടുക്കേണ്ട 2,36,000 കൊടുക്കുന്ന ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. അങ്ങനെ ഹെഡ് ഓഫീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ കൺസെപ്റ്റ് ആണ്, കൊടുക്കുന്ന പാർട്ടിയുടെ പേരാണ് IST. അങ്ങനെ ഞാൻ ഹെഡ് ഓഫ് VKC കമ്പനി IST ആണെങ്കിൽ ആ പാർട്ടി GST ആക്ട് പ്രകാരം എന്ത് വേണം? രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇതാണ് കൺസെപ്റ്റ്. നോക്കാം തിയറി. ഇതാണ് കൺസെപ്റ്റ്. ഫസ്റ്റ് നോക്കാം, IST will have to compulsorily take separate registration as IST and apply for same in form number REG1. ഇതാണ് IST കൺസെപ്റ്റ്. വേണ്ട. ഇനി ശ്രദ്ധിക്കട്ടോ, നെക്സ്റ്റ് കമ്പൽസറി പാർട്ടിയാണ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ മീൻ നിങ്ങൾക്കറിയാം, കുറെ ഓൺലൈൻ ഷോപ്പുകൾ, ഓൺലൈൻ എക്സാമ്പിൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെയുള്ള പാർട്ടി ഇലക്ട്രോണിക് സൈറ്റുകൾ മീൻ കറസ്പോണ്ടിട്ടുള്ള ഓൺലൈൻ സൈറ്റുകൾ. ഈ ഓൺലൈൻ സൈറ്റിന്റെ പേരാണ് GST പ്രകാരം ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ. ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്ത് ഗുഡ്സ് വിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ആണ് ആമസോണും ഫ്ലിപ്കാർട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആമസോണ്, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള ഈ പാർട്ടിയാണ് ബിസിനസ് ആയി തുടങ്ങുന്നതെങ്കിൽ ആ പാർട്ടിക്ക് GST രജിസ്ട്രേഷൻ പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ, കുറെ സൈറ്റുകൾ ഉണ്ടാവും ഓൺലൈനിൽ. അങ്ങനെ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റ് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എക്സാമ്പിൾ ഓയോ സർവീസ് ആണ്, റെസ്റ്റോറന്റ് ആണ്, റൂമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓയോ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. ഒലെ കാറിന്റെ ഏരിയ ഇലക്ട്രോണിക് കൊമേഴ്സ് ആണ്. അങ്ങനെ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ട് ഏതെങ്കിലും പാർട്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ OIDR. ചെറിയതാണെങ്കിലും അങ്ങോട്ട് എന്താ പറയാ, ഏത് പാർട്ടി ഓൺലൈൻ ഷോപ്പുകൾ നടത്തുന്ന ഏത് പാർട്ടി ആണെങ്കിലും GST, അതാണ് പറഞ്ഞത്, ടേൺ ഓവർ റെലവന്റ് അല്ല, ചെറുത് വലുതല്ല. ആ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്, ഏത് പാർട്ടി ആണെങ്കിലും. അതുകൊണ്ടാണ് അവിടെ ടേൺ ഓവർ റെലവന്റ് അല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ. ഏത് പാർട്ടി, കുറെ സൈറ്റുകൾ ഓൺലൈനിൽ ഉണ്ടാവും, ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാവും. ഏത് പാർട്ടി ആണെങ്കിലും GST രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്.
Next one, OIDAR service. OIDR mean, for example, ഓൺലൈൻ ഗെയിം ഉണ്ട്, ഓൺലൈൻ ഗെയിമിംഗ്. നിങ്ങൾ ക്യാഷ് കൊടുത്താൽ ഗെയിം കളിക്കാൻ പറ്റും, ഓൺലൈൻ ഗെയിമിംഗ്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഓൺലൈൻ മൂവീസ്, ക്യാഷ് കൊടുത്താൽ ഫിലിംസ് കിട്ടും. അല്ലെങ്കിൽ ഓൺലൈൻ ഇ ബുക്സ്, ക്യാഷ് കൊടുത്താൽ ബുക്സ് കിട്ടും. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ക്ലൗഡ് സ്റ്റോറേജ്, ഡാറ്റ സ്റ്റോർ ചെയ്യും, ഡിജിറ്റൽ സ്റ്റോറേജ്. ഇങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് OIDAR, ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റ ആക്സസ് ഓർ റിട്രീവൽ സർവീസ് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്ന പാർട്ടിയാണ്. എക്സാമ്പിൾ എൻ്റെ സർവീസ് അഡ്വർടൈസ്മെന്റ് ഓൺ ഇന്റർനെറ്റ് ആണ്, അല്ലെങ്കിൽ പ്രൊവൈഡിങ് ക്ലൗഡ് സർവീസിംഗ് ആണ്, അല്ലെങ്കിൽ പ്രൊവൈഡിങ് ഇ ബുക്സ്, മൂവീസ്, സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ പ്രൊവൈഡ് ഡാറ്റ ഇൻഫർമേഷൻ, ഡിജിറ്റൽ സ്റ്റോറേജ്, ഓൺലൈൻ ഗെയിമിംഗ്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിയാണെങ്കിൽ അവരുടെ പേരാണ് OIDAR സർവീസ്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിയാണെങ്കിൽ അവർക്ക് GST രജിസ്ട്രേഷൻ പ്രകാരം GST രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇതാണ് പാർട്ടി. ഓക്കെ, ഈ പാർട്ടിക്കാണ് നോർമലി എന്ത് വേണ്ടത്? GST രജിസ്ട്രേഷൻ വേണ്ടത്. ഈ പാർട്ടിക്ക് ഏതൊക്കെ പാർട്ടി പറഞ്ഞ തിയറി പാർട്ടില് തിയറി നോക്കാം. വെയിറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് പറഞ്ഞത് കമ്പൽസറി എടുക്കുക. ഒന്ന്, പേഴ്സൺ മേക്കിംഗ് ഇൻട്രസ്റ്റഡ് ടാക്സിബിൾ സപ്ലൈ പറഞ്ഞു. ക്യാഷ്വൽ ടാക്സിബിൾ പേഴ്സൺ, റിവേഴ്സ് ചാർജ് യൂണിറ്റ് 1 പഠിക്കും. വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഈ ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ, NRI, TCS വേറെ ചാപ്റ്റർ പഠിക്കാൻ. IST പറഞ്ഞു. കറസ്പോണ്ടിങ് OIDR പറഞ്ഞു. ഓക്കെ, അതിന് പുറമെ പറഞ്ഞാൽ ഓൾറെഡി ഒരു ഏതെങ്കിലും മാനുഫാക്ചറായ പാർട്ടി ഈ പാർട്ടി ഐസ്ക്രീമോ അതർ എഡിബിൾ ഐസോ അല്ലെങ്കിൽ ടുബാക്കോ പ്രോഡക്റ്റ് ആണ് സപ്ലൈ ചെയ്യുന്നെങ്കിൽ ഈ പാർട്ടിക്കും GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ഇതാണ് മാൻഡേറ്ററി. അവരുടെ സെയിൽസ് ടേൺ ഓവർ റെലവന്റ് അല്ല. അവർ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? GST നമ്പർ വേണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഏരിയ, ചെറിയ ഏരിയ, പേഴ്സൺ നോട്ട് ലൈബിൾ ഫോർ രജിസ്ട്രേഷൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന പാർട്ടിക്ക് എന്ത് വേണ്ട? GST രജിസ്ട്രേഷൻ വേണ്ട. അവരുടെ ടേൺ ഓവർ സെയിൽസ് 40 ലക്ഷത്തിന് മുകളിലോ അവരുടെ സെയിൽസ് 20 ലാഖിന്റെ മുകളിലോ ആയിരിക്കും. അവർക്ക് എന്ത് വേണ്ട? GST രജിസ്ട്രേഷൻ വേണ്ട. ഫസ്റ്റ് പറയുന്ന ഞാൻ സപ്ലയർ ആണ്. ഞാൻ വിൽക്കുന്ന ഗുഡ്സ് ഫുള്ളി എക്സംപ്റ്റഡ് ഗുഡ്സ്. ഞാൻ വിൽക്കുന്ന ഐറ്റം GSTയുടെ പരിധിയിൽ വരാത്ത ഫുള്ളി എക്സംപ്റ്റഡ് ഗുഡ്സ്. എക്സംപ്റ്റഡ് ഗുഡ്സ് മീൻ, ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആട്ട പൗഡർ വിൽക്കുന്ന കൺസെപ്റ്റ് ആണ്. ഞാൻ വിൽക്കുന്ന ഐറ്റം GST വരാത്ത ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയാണ്. കൺസെപ്റ്റ് ആണ് എക്സംപ്റ്റഡ് ഗുഡ്സ് എന്ന് പറയും. എക്സംപ്റ്റഡ് ഗുഡ്സ് വിൽക്കുന്ന പാർട്ടിയാണെങ്കിൽ അവരുടെ ടേൺ ഓവർ 40 ലാഖിൽ കൂടുതലാണെങ്കിലും എന്ത് വേണ്ട? GST രജിസ്ട്രേഷൻ വേണ്ട. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്, അഗ്രികൾച്ചറിസ്റ്റ്. ഞാനൊരു ഫാർമറാണ്, അഗ്രികൾച്ചറിസ്റ്റ് ആണ്. ഫാർമർ ആയിട്ടുള്ള പാർട്ടി അവരെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ സെയിൽ വാല്യൂ മേ ബി കോടികൾ വരാം. കോടികൾ ഉണ്ട് എങ്കിലും ഫാർമർ ആണെങ്കിൽ there is no concept of GST രജിസ്ട്രേഷൻ. നാലാമത്, ഗവൺമെന്റ് മേ ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ പ്രകാരം റെക്കമെൻഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും പാർട്ടി. ഇതാണ് രജിസ്ട്രേഷൻ ഏരിയ. ഓക്കെ, ഡൗട്ടിന് പറയാം. ഏതെങ്കിലും പോയിന്റ്, ഏതെങ്കിലും ഏരിയ ഡൗട്ടുള്ളവർ പറയാം. പിന്നെ നിങ്ങൾ എക്സാം ആകുമ്പോൾ നിങ്ങൾക്കറിയില്ല, ഈ ചാപ്റ്റർ പക്ക തിയറിയാണ്. അഡ്വാൻറ്റേജ് ഓഫ് വളണ്ടറീസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടേൺ ഓവർ 40 കൂടുതലാണെങ്കിൽ, അതല്ല ഞാൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടി ആണെങ്കിൽ ടേൺ ഓവർ 20 ലാഖിൽ കൂടുതലാണെങ്കിൽ എന്ത് വേണം? GST രജിസ്ട്രേഷൻ വേണം എന്ന് പറഞ്ഞു. എനിക്ക് എന്റെ ടേൺ ഓവർ 40 ലക്ഷത്തിൽ കുറവാണ്, ടേൺ ഓവർ 20 ലാഖിൽ കുറവാണ്, വളണ്ടറി ആയിട്ട് GST എടുക്കാം. പറയുന്നത് അഡ്വാൻറ്റേജ് ഓഫ്
വോളണ്ടറി രജിസ്ട്രേഷൻ. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് GST ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് അല്ല എങ്കിൽ രജിസ്റ്റേർഡ് അല്ലാത്ത പാർട്ടി ഗുഡ്സ് വാങ്ങും. കുറെ നാട്ടിൽ കുറെ ഷോപ്പുകൾ ഉണ്ടാവും, അവർ ഗുഡ്സ് വാങ്ങും. ഗുഡ്സ് വാങ്ങുമ്പോൾ എന്ത് ടാക്സ് കൊടുക്കേണ്ടി വരും? അവർ കൊടുക്കുന്ന ടാക്സ് എമൗണ്ട് എന്തല്ല? ITC അല്ല, ബേസിക് കൺസെപ്റ്റ്. അപ്പൊ ITC എന്ന കൺസെപ്റ്റ് കിട്ടണമെങ്കിൽ ഏത് പാർട്ടി ആവണം? രജിസ്റ്റേർഡ് പാർട്ടിക്കേ കിട്ടും. ഫസ്റ്റ് പോയിന്റ്. അതുപോലെ ഞാൻ GST ആക്ട് പ്രകാരം പറയൂ. അപ്പൊ നമ്മള് ചെറിയ ഷോപ്സ് ഒക്കെ GST ഇതായിട്ടുള്ള സാധനം എടുക്കുന്നവര് GST കൂടിയിട്ട്, അപ്പൊ പിന്നെ അവര് കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്ന ആ എമൗണ്ട് അവരെ വെക്കുന്നത് അങ്ങനെ അതവിടെ കഴിയും, അങ്ങനെയാണോ? അല്ല, അവിടെ ഓൾറെഡി ആ ചെയിന് മുറിഞ്ഞു പോയി. കറസ്പോണ്ട് നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാട്ടിലെ ഷോപ്പ് ഡീലറായ പാർട്ടി 100 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങി 18% GST കൊടുത്തു. 118 അവർക്ക് കൊടുക്കുന്ന ചെലവ്. അവര് ആ സാധനം വിൽക്കുമ്പോൾ അവരെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്ര? 118. സാധാരണ കേസിൽ GST ഉള്ള പാർട്ടി ആണെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് 100 ആയിരിക്കും. GST വാങ്ങുന്ന പാർട്ടി GST ഇല്ല എങ്കിൽ ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് 118 ആവും. അത് മാറ്റം വരുന്ന ഏരിയ. ഇനി നോക്കട്ടോ, ഇതാണ് പറയുന്ന ഏരിയ. ഓക്കെ, ഇനി പറയാനുള്ള ഏരിയ വെയിറ്റ് ചെയ്യാം. പ്രൊസീജിയർ ആണ്. ഓക്കെ, ഏരിയ പറയാം. ചെറിയ ഏരിയ ആണ്. പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ. ശ്രദ്ധിക്കട്ടോ, പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഇയർ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും, 1/4/2020 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 31 ആയപ്പോ 31 ഡിസംബർ ആയപ്പോ എന്റെ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്തു. ഈ 40 ലക്ഷം ക്രോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ 1 ജനുവരിയാണ്. ആ ഡേറ്റിന്റെ പേരാണ് ബിക്കെയിം ലയബിൾ എന്നാണ്. ബിക്കെയിം ലയബിൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ 1 തീയതി നിങ്ങൾ നോക്കുമ്പോൾ കേസിൽ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 1/4/2020 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ടേൺ ഓവർ എന്തായിരിക്കും? 40 ലാഖിൽ കുറവാണ്, GST വേണ്ട. അങ്ങനെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 31/12/2020 ആയപ്പോ എന്റെ ടേൺ ഓവർ 40 ലാക്സ് ക്രോസ് ചെയ്തു, 40 ലക്ഷം ക്രോസ് ചെയ്തു. അങ്ങനെ 40 ലാക്സ് ക്രോസ് നെക്സ്റ്റ് ഡേ മീൻ 1/1/2021 എന്റെ പേരാണ് ബിക്കെയിം ലയബിൾ പറയാൻ കാരണം 1 തീയതി ഓൺവേർഡ്സ് ഈ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോ എന്ത് കളക്ട് ചെയ്യണം? GST കളക്ട്. കാരണം നിങ്ങൾ നോക്കുമ്പോ ഏപ്രിൽ 1/4/2020 മുതൽ 31 ഡിസംബർ വരെ ഞാൻ എന്തല്ല? രജിസ്റ്റേർഡ് പാർട്ടി അല്ലാത്ത കാരണം കൊണ്ട് ആ ടൈമിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ എന്ത് വാങ്ങാൻ പാടില്ല? ടാക്സ് എമൗണ്ട് വാങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞേനെ. അങ്ങനെ ഈ പാർട്ടിയുടെ ടേൺ ഓവർ സെയിൽസ് 40 ലക്ഷം ക്രോസ് ചെയ്തു. എന്നോട് കൂടി 1/1/2020 കൂടി 40 ലക്ഷം ക്രോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ പേരാണ് ടു ബി ലയബിൾ, ബിക്കെയിം ലയബിൾ ആണെങ്കിൽ 1/1/2021 കൂടി
ഈ പാർട്ടി കസ്റ്റമർക്ക് ഗുഡ്സ് വിൽക്കുമ്പോൾ എന്ത് വാങ്ങണം? ടാക്സ് എമൗണ്ട് കളക്ട് ചെയ്യണം. അങ്ങനെ ഈ പാർട്ടി 1/1 കൂടി ബിക്കെയിം ലയബിൾ ആയി ഈ ഡേറ്റ് കഴിഞ്ഞ് വിത്തിൻ 30 ഡേയ്സ് കൊണ്ട്, വിത്തിൻ 30 ഡേയ്സ് മീൻ ബിക്കെയിം ലയബിൾ ആകുന്ന ഡേറ്റ് 1-ാം തീയതിയാണ്. 30/1/2021 കൂടി ഈ പാർട്ടി GST ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. REG 01 അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പൊ എന്നാണോ ബിക്കെയിം ലയബിൾ 40 lakhs ക്രോസ് ചെയ്യുന്നത്, ആ ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസം കൊണ്ട് ഈ പാർട്ടി ഗവൺമെന്റിലേക്ക് GST നമ്പർ കിട്ടാൻ വേണ്ടി, GST സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി REG 1 അപ്ലൈ ചെയ്യണം. അങ്ങനെ ഞാൻ REG 1 കൊടുത്താൽ, ഞാൻ കൊടുക്കുന്ന ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന കൺഫർമേഷൻ അക്നോളജ്മെന്റ് ആണ് REG 2. REG 2 കറസ്പോണ്ട് അക്നോളജ്മെന്റ് ആണ് REG 02 അങ്ങനെ ഓൾറെഡി REG 02 കിട്ടിക്കഴിഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട്, 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് GST തരും. എന്നാണോ കൺഫർമേഷൻ കിട്ടിയത് ആ ഡേറ്റ് കഴിഞ്ഞ് 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് GST സർട്ടിഫിക്കറ്റ് തരും. ആ പേരാണ് REG 06. ഇതാണ് പറയുന്ന ഏരിയ. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. ഇനി തിയറി ശ്രദ്ധിക്കുക. Every person who is liable to be registered shall apply for registration within 30 days from the date on which he became liable to registration. അങ്ങനെ ആ ഓൾറെഡി സെയിം പാർട്ടി REG 1 കൊടുക്കുമ്പോൾ, ഫോം ആണ് REG 1 2 പാർട്ടി എ പാർട്ടി 2 ഞാൻ പറഞ്ഞിരുന്നു. പാർട്ടി എ പ്രകാരം കൊടുക്കുമ്പോൾ അതോട് കൂടി കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് എന്താണ് ഇവരുടെ നെയിം ഓഫ് ബിസിനസ്, ലീഗൽ നെയിം VKC കമ്പനി, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, സ്റ്റേറ്റ് കേരളയാണോ തമിഴ്നാടാണോ അത് കൊടുക്കണം. അങ്ങനെ ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞാൽ പാർട്ട് 2 വരും. പാർട്ട് 2 കിട്ടിക്കഴിഞ്ഞാൽ അതും ഓക്കെ ആണെങ്കിൽ തരുന്ന അക്നോളജ്മെന്റ് ആണ് REG 2. അങ്ങനെ REG 2 കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് പ്രൊവൈഡ് ചെയ്യും? സർട്ടിഫിക്കറ്റ് ഓഫ് GST പ്രൊവൈഡ് ചെയ്യും. കൺസെപ്റ്റ് ആണ് REG 6 എന്ന് പറയും. GST സർട്ടിഫിക്കറ്റ് GST ആണ് REG 06. ഓക്കെ, ഓക്കെയാണോ? നെക്സ്റ്റ് ഏരിയ ഒന്നുകൂടെ കത്തിച്ചൊന്ന് പോവോ? ജസ്റ്റ് ഈ REGന്റെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ചു പോവോ മൊത്തമായിട്ട്? ഓൾറെഡി എന്റെ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്തു. 40 ലക്ഷം ക്രോസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ കൺസെപ്റ്റ് ആണ് ബിക്കെയിം ലയബിൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ടേൺ ഓവർ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് ഈ പാർട്ടി ഗുഡ്സ് വിൽക്കുമ്പോൾ എന്ത് കളക്ട് ചെയ്യണം? GST എമൗണ്ട് കളക്ട് ചെയ്യണം. അങ്ങനെ ബിക്കെയിം ലയബിൾ ആയ ഡേറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിന്റെ ഉള്ളിൽ ഈ പാർട്ടി REG 01 മീൻ GST നമ്പർ കിട്ടുവാൻ വേണ്ടി അപ്ലിക്കേഷൻ ഫോം ആണ് REG 01 അത് അപ്ലൈ ചെയ്യണം. അങ്ങനെ REG 01 അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ പാർട്ടി എ പ്രകാരം എന്താണ് ബിസിനസ് നെയിം, പാൻ നമ്പർ, മൊബൈൽ നമ്പർ, കറസ്പോണ്ട് സ്റ്റേറ്റ്, ഇമെയിൽ ID ഇതാണ് കൊടുക്കേണ്ടത്. അങ്ങനെ പാർട്ട് 1 പ്രകാരം കൊടുത്ത് പാർട്ട് ബിയും കൊടുത്താൽ ആ കൊടുക്കുന്ന REG 1 അപ്ലിക്കേഷൻ ഓക്കെ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തരുന്ന കൺഫർമേഷൻ ആണ് REG 2 അക്നോളജ്മെന്റ് എന്ന് പറയും. ഈ അക്നോളജ്മെന്റ് മൊബൈലിലേക്ക് വരും, ഇമെയിലിലേക്കും വരും. അത് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് GST നമ്പർ തരും. അതാണ് വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തരുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരാണ് GST REG 06. ഓക്കെ, ലാസ്റ്റ് ഏരിയ ഇന്നത്തെ ലാസ്റ്റ് ഏരിയ ശ്രദ്ധിക്കുക. കൺസെപ്റ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ. ശ്രദ്ധിക്കുക, ഈ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്താ? 2 പേഴ്സൺ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. എക്സാമ്പിൾ VKC കമ്പനി, അവര് ഹെഡ് ഓഫീസ് ചെയ്യുന്ന ആക്ടിവിറ്റി മാനുഫാക്ചറിങ് ഓഫ് ചപ്പലാണ്. സെയിം VKC കമ്പനിയുടെ ബ്രാഞ്ച് എറണാകുളം
ചെയ്യുന്ന ആക്ടിവിറ്റി റിയൽ എസ്റ്റേറ്റ് ആണ്. അങ്ങനെ ഒരു കമ്പനി പാൻ നമ്പർ GST അവർ ഇൻകം ടാക്സ് പ്രകാരം പാൻ നമ്പർ 1 VKC ആണ്, പാൻ നമ്പർ 1 ആണ്. ഈ സെയിം പാർട്ടി ഒരേ സ്റ്റേറ്റിൽ ഡിഫറെന്റ് നാച്ചർ ഓഫ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ കൺസെപ്റ്റ് ആണ് വെർട്ടിക്കൽ ബിസിനസ് എന്ന് പറയും. അങ്ങനെ വെർട്ടിക്കൽ ബിസിനസ് ആണെങ്കിൽ ഓരോ ബിസിനസ്സിനും സെപ്പറേറ്റ് GST നമ്പർ എടുക്കണം. അങ്ങനെ സെപ്പറേറ്റ് GST നമ്പർ ആണെങ്കിൽ VKC കമ്പനി കാലിക്കറ്റും VKC കമ്പനി എറണാകുളവും GST പ്രകാരം 2 പാർട്ടിയാണ്, ഒരു പാർട്ടിയല്ല. 2 പാർട്ടി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. കാരണം അവർ GST നമ്പർ എന്താണ്? 2 ആണ്. ഫസ്റ്റ് സെയിം സ്റ്റേറ്റ് ആകുമ്പോൾ സെയിം കൺസെപ്റ്റ്. രണ്ടാമത്തെ VKC കമ്പനി ഹെഡ് ഓഫീസ് ആണ് കാലിക്കറ്റ്, സെയിം കമ്പനിയുടെ ബ്രാഞ്ച് ആണ് തമിഴ്നാടു. അങ്ങനെയാകുമ്പോൾ ഒന്ന് കേരളത്തിലാണ്, അനദർ തമിഴ്നാട്ടിലാണ്. ഞാൻ പറഞ്ഞിരുന്നു ഒരു പാർട്ടി, ഒരു ബിസിനസ് ചെയ്യുന്ന പാർട്ടി ഒരു ബിസിനസ് ചെയ്യുന്ന ഒന്ന് കേരളത്തിലും അനദർ വേറെ സ്റ്റേറ്റിലുമാണെങ്കിൽ സ്റ്റേറ്റ് മാറുമ്പോൾ GST നമ്പർ മാറും. കാരണം GST നമ്പർ തരുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അങ്ങനെ VKC കമ്പനിയുടെ ഹെഡ് ഓഫീസ് കേരള GST നമ്പർ 32 ആയിരിക്കും, തമിഴ്നാട് 33 ആയിരിക്കും. രണ്ടിന്റെയും GST നമ്പർ വേറെയാണ്. രണ്ടിന്റെയും GST നമ്പർ വേറെയാണെങ്കിൽ വേറെ ആയിരിക്കും. അതിനെയും എന്തായി കൺസിഡർ ചെയ്യും? ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ആയി കൺസിഡർ ചെയ്യും. ഇതാണ് കൺസെപ്റ്റ്. നോക്കേണ്ടത്, ഒരു പാർട്ടി VKC കമ്പനി ഒരേ സ്റ്റേറ്റിലാണ് ബിസിനസ്, കേരളത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്, പക്ഷേ നാച്ചർ ഓഫ് ബിസിനസ് ഡിഫറെന്റ് ആണ്, വെർട്ടിക്കൽ ആണ്. രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ്, ഒരു ബിസിനസ് ചെയ്യുന്ന പാർട്ടി ഒന്ന് കേരളം, അനദർ തമിഴ്നാടു, അനദർ കർണാടകയാണെങ്കിൽ ഓരോ പാർട്ടിയും ബിസിനസ് ചെയ്യുന്ന ഏരിയ ഡിഫറെന്റ് ആണെങ്കിൽ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് GST നമ്പർ ഒബ്റ്റെയിൻ ചെയ്യണം. ഇതാണ് കൺസെപ്റ്റ്. ഡൗട്ട് നീ പറയും, കൺഫേം ചെയ്യും. ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഇവിടെ പറയൂ. ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ ഇവിടെ എങ്ങനെ? അതുകൊണ്ടില്ല എന്താ അവർക്കില്ലേ അവർക്ക് അതുകൊണ്ട് എന്താണ് ഇപ്പൊ ഇങ്ങനെ ആയതുകൊണ്ട് എന്താ? ഫോർ എക്സാമ്പിള് കേരളത്തിലുള്ള VKC കമ്പനി കേരള കാലിക്കറ്റ് പാർട്ടി എറണാകുളം പാർട്ടി ഗുഡ്സ് വിൽക്കാണ്. അതെന്താണ്? സെയിൽസ് ആയി കൺസിഡർ ചെയ്യും. മറ്റെന്താണ്? ട്രാൻസ്ഫർ ആണ്, സെയിൽസ് അല്ല. ഓൾറെഡി ഒരേ സ്റ്റേറ്റിൽ വരുന്ന പാർട്ടി ആണെങ്കിൽ അവരൊക്കെ GST നമ്പർ സെയിം ആയിരിക്കും. GST നമ്പർ സെയിം. സെയിൽസ് ആണ് വരിക. സെയിൽസ് എന്താ? 2 പാർട്ടി വേണം. ഇവിടെ ഓൾറെഡി VKC കമ്പനി എറണാകുളം കറസ്പോണ്ടിങ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ്, സെയിം കമ്പനിയുടെ ബ്രാഞ്ച് എറണാകുളം ആണെങ്കിൽ എറണാകുളത്തിന്റെയും കാലിക്കറ്റിന്റെയും GST നമ്പർ നോർമലി സെയിം ആയിരിക്കും. അതുകൊണ്ട് സെയിൽസ് അല്ല. ഇനി വെർട്ടിക്കൽ ആകുമ്പോൾ ഒന്നിന് GST നമ്പർ വേറെയാണ്, അനദർ വേറെയാകുമ്പോൾ എന്താണ്? സെയിൽസ് ആയിട്ട് ഇഫക്റ്റ് വരും. വേറെ മാറ്റം കൺസെപ്റ്റ്. ഓക്കെ, ഡൗട്ട് നീ പറയാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉള്ളവർ ഡൗട്ടുള്ള ചോദിക്കുക. ഇത്ര വരെ ഓക്കെയാണോ? ഇത്ര ഏരിയ ഓക്കെ. നിങ്ങൾ വായിക്കുക. നാളെ ക്ലാസ് ഉണ്ടാകുമ്പോൾ ഡൗട്ട് ചെയ്യിക്കട്ടോ. ഞാൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. 47 എടുക്കുന്ന ടൈമിൽ അത് കുറച്ച് വലിയ ഏരിയ ആണ്. ടുഡേ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യും? ഡൗട്ട് നിങ്ങൾ വായിച്ചോളൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ടുഡേ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ.